പ്രൈസ് ദ ലോർഡ്. അരോമ ടി വിയിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരവുമായ ജീവിതത്തിലെ അനുഭവങ്ങളും സാക്ഷ്യങ്ങളും വചനചിന്തകളുമായി നിങ്ങളോടൊപ്പം ആയിരിക്കുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഇന്ന് അരോമ ടി വിയുടെ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജീവിതാനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നതിന് ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിന്റെ ദാസൻ ദേവപ്രസാദ് നായർ അവറുകളാണ്. പ്രിയപ്പെട്ടവനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. തൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത ഉപകാരങ്ങൾ, നടത്തിയ വഴികൾ, ദൈവ വേലയ്ക്ക് വേണ്ടി തന്നെ സമർപ്പിക്കുവാനിടയായി തീർന്ന സാഹചര്യങ്ങളെക്കുറിച്ചൊക്കെ പങ്കുവെക്കുമ്പോൾ അത് നമുക്ക് ശ്രദ്ധയോടെ കേൾക്കാം. അത് നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുവാനിടയായി തീരും, സ്പർശിക്കുവാനിടയായി തീരും, കർത്താവിന്റെ സന്നിധിയിൽ നമ്മെ ഒന്നുകൂടെ അടുപ്പിക്കുവാനിടയായി തീരും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. പ്രാർത്ഥനയോടെയായിരിക്കാം, സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഈ വീഡിയോ കാണുക, കേൾക്കുക. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ ദാസൻ ദേവപ്രസാദ് നായർ അവറുകളെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടുകൂടി അരോമ ടി വിയിലെ പ്രേക്ഷകരോടൊപ്പം സമയം ചിലവഴിക്കുന്നതിന് ഞങ്ങൾ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ദാസനെ അരോമ ടി വിയിലെ പ്രേക്ഷകരോടൊപ്പം പരിചയപ്പെടുത്താൻ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഒന്ന് പരിചയപ്പെടുത്താമോ? എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്? വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്നൊന്ന് പറയാമോ? ജോയിൻ ചെയ്തിരിക്കുന്നത് എറണാകുളത്തു നിന്നാണ്. എനിക്ക് വൈഫ്, ഒരു മകള് പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ദൈവത്തെ ജീവിച്ചിരിക്കുന്ന ദൈവത്തെ അറിയാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടി. കർത്താവിന്റെ ദാസനെ പരിചയപ്പെടുത്തിയതിൽ വളരെ സന്തോഷമുണ്ട്. അരോമ ടി വിയിലെ പ്രേക്ഷകരോടൊപ്പം തുടർന്ന് സംസാരിക്കുന്നതിനും ജീവിതാനുഭവങ്ങളും ദൈവം നടത്തിയ വഴികളെക്കുറിച്ചും ഒക്കെ പറയുന്നതിനുള്ള സ്വാതന്ത്ര്യത്തോട് പറയുന്നുള്ള അവസരമാണ് തുടർന്നുള്ളത്. മുന്നോട്ട് പോകുന്നതിന് മുൻപ് മാതാപിതാക്കന്മാരെ കുറിച്ചും സഹോദരങ്ങളെ കുറിച്ചും ബാല്യകാലത്തിലെ നല്ല ഓർമ്മകളെ കുറിച്ചും വിദ്യാഭ്യാസ കാലയളവിനെ കുറിച്ചും പറയാൻ ആഗ്രഹിക്കുന്ന, കർത്താവിനെ കണ്ടുമുട്ടാനിടയായി തീർന്ന ആ നല്ല ഓർമ്മകൾ കർത്താവിന്റെ ദാസനെ തുടർന്ന് അരോമ ടി വിയിലെ പ്രേക്ഷകരുമായിട്ട് സംസാരിക്കാം. ദൈവനാമത്തിൽ എല്ലാ വ്യൂവേഴ്സിനെയും ഒരിക്കൽ കൂടി ഞാൻ വന്ദനം ചെയ്യുന്നു. എന്നെ കേൾക്കാനിരിക്കുന്ന എല്ലാ ദൈവമക്കളും ഇതാദ്യ തൊട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കേൾക്കണേന്ന് ദൈവനാമത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കുന്നു. എന്റെ പേര് കർത്താവിന്റെ ദാസൻ ഓർമ്മിപ്പിച്ചതുപോലെ ദേവപ്രസാദ് നായർ ആണ്. ഞാൻ ജനിച്ചു വളർന്നത് പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിൽ പുല്ലാട് എന്ന് പറയുന്ന സ്ഥലത്താണ്. പിന്നെ അതിനുശേഷം വിദ്യാഭ്യാസത്തിന് ശേഷം കുറച്ചുനാള് ഒരു 27 വർഷം ബോംബെയിലായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഞാൻ താൽക്കാലികമായിട്ട് എറണാകുളത്ത് സെറ്റിലായിരിക്കുന്നു. ഇതെല്ലാം ദൈവഹിത പ്രകാരമാണ്. ഒന്നും പുകഴുവാനായിട്ടൊന്നുമില്ല. എല്ലാം ജീവിച്ചിരിക്കുന്ന ദൈവത്തെ കണ്ടുമുട്ടിയതിന് ശേഷം അപ്പ നടത്തുന്ന ഓരോ വഴികൾ ഓർക്കുമ്പോൾ ദൈവമക്കളെ ഒരു വാക്കിൽ ഒന്നും പറഞ്ഞു തീർക്കാൻ പറ്റില്ല. അത് തുടർമാനമായിട്ട് നിങ്ങൾ വളരെ ശ്രദ്ധയോടെ കേൾക്കണം. പ്രത്യേകിച്ച് ഞാൻ ഒരു നായർ സമുദായത്തിൽ നിന്ന് കർത്താവിനെ അറിഞ്ഞു വന്ന വ്യക്തിയാണ്. ഇതിനകത്തൊരു മതപരിവർത്തനവും ഒന്നുമില്ല. എല്ലാവരും നിത്യതയിൽ എത്തണം എന്ന് മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ. എന്നെ തെരഞ്ഞെടുക്കാൻ എനിക്കൊരു യോഗ്യതയുമില്ല. കർത്താവ് എന്തോ എന്നിൽ കണ്ടതുകൊണ്ട് കർത്താവ് എന്നെ തെരഞ്ഞെടുത്തു. ഇന്ന് പലരും ബെന്തിക്കോസുകാരെ എതിർക്കുന്ന പോലെ ഞാനും എതിർത്ത ഒരു വ്യക്തിയാണ്. എനിക്ക് ബെന്തിക്കോസുകാരെ കണ്ണെടുത്താൽ കണ്ടുകൂടായിരുന്നു. പല ദേവദാസന്മാരും എന്നോട് സുവിശേഷം പറയാൻ വന്നവരെയൊക്കെ ഞാൻ തല്ലിയിട്ടില്ലെന്നേ ഉള്ളൂ. വളരെ മോശമായിട്ട് പെരുമാറിയ ഒരാളാണ്. പക്ഷേ ഈ സത്യം അറിഞ്ഞപ്പോൾ ഇരിക്കാൻ പറ്റത്തില്ല. ഇത് കേട്ടതിന് ശേഷം എന്നെ ആരെങ്കിലും വിമർശിക്കാനിരിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് അവരോട് സഹതാപം മാത്രമേ ഉള്ളൂ. അവർക്ക് സത്യം അറിയില്ല. ഇത് ഒരു ജാതി മാറ്റമോ ഒന്നുമല്ല. സത്യം നിങ്ങൾ അറിയണം. സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കണം. നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന കഷ്ടതയിൽ നിങ്ങൾക്കൊരു വിടുതൽ, അത് മാത്രമേ ഞങ്ങൾ ആഗ്രഹിക്കുന്നുള്ളൂ. അല്ലാതെ ഇതിന് വേറൊരു ഉദ്ദേശവും ഇല്ല. ജീവിക്കുന്ന ഒരു ദൈവം എന്നുള്ളത് ഞാൻ ആ ദൈവത്തെ കണ്ടിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത്. എന്നെ അതിന് കർത്താവ് തെരഞ്ഞെടുത്തു. അങ്ങനെ അനേകരെ ഈ ചാനലിൽ കൂടെ അരോമ ടി വി ഈ ജനത്തിന്റെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അനേക ചാനലിൽ ഞാൻ ടെസ്റ്റിമോണി പറഞ്ഞിട്ടുണ്ട്. ഈ അരോമ ടി വിയിൽ കൂടെ എന്നെ കേൾക്കാനിരിക്കുന്ന അനേകരുണ്ടെന്നും കർത്താവിന് അറിയാം. അതുകൊണ്ടാണ് എന്നെ ഈ ചാനലിലേക്ക് കർത്താവ് കൊണ്ടുവന്നത്. ഒരുപക്ഷെ ഇതിനു മുമ്പുള്ളതൊന്നും നിങ്ങൾ ആരും കേട്ടിട്ടുണ്ടാവില്ല. ഒരുപക്ഷെ അരോമ ടി വി ഡാനിയൽ ജോൺ പാസ്റ്റർ നടത്തുന്ന ഈ ചാനലിൽ കൂടെ ആയിരിക്കും ഒരുപക്ഷെ നിങ്ങൾ എന്നെ കേൾക്കുന്നത്. നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ യാതൊരുവിധ വിമർശന ബുദ്ധിയും ഇല്ലാതെ ഈ ബ്രദർ പറയുന്നത് എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് ഒരു സഹോദരന് തുല്യം നിങ്ങൾ എന്നെ കണ്ട് നിങ്ങൾ ഇത് കേൾക്കണം. കാലം അതിന്റെ അന്ത്യത്തോട് അടുത്തുകൊണ്ടിരിക്കുക. അത് നിങ്ങൾ ആരും അറിയുന്നില്ല. അത് സംഭവിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് ഒരു പക്ഷെ ശ്രദ്ധിച്ചാൽ ഇപ്പോഴത്തെ കാലാവസ്ഥയെ കുറിച്ച് മാത്രം നിങ്ങളൊന്ന് നോക്കിയാൽ നിങ്ങൾക്കത് അറിയാൻ പറ്റും. പണ്ടത്തെ കാലാവസ്ഥയെ അല്ല.
കർത്താവ് പറഞ്ഞിട്ട് പോയതാ കർത്താവിന്റെ വരവിന്റെ ലക്ഷണം. ഒന്ന് കാലമൊക്കെ മാറും. മഴയുടെ സീസൺ ഇന്നില്ല. ആ സീസണിലല്ല മഴ പെയ്യുന്നത്. ചൂടെന്ന് പറഞ്ഞാൽ അസഹനീയമായ ചൂടാ. എന്റെയൊക്കെ ചെറുപ്പത്തിൽ മഴയ്ക്കൊരു സീസൺ ഉണ്ടായിരുന്നു, മഞ്ഞിനൊരു സീസൺ ഉണ്ടായിരുന്നു, ചൂടിനൊരു സീസൺ ഉണ്ട്. ഇന്ന് സീസൺ എല്ലാം മാറി മക്കളെ. ഇത് കർത്താവ് പറഞ്ഞിട്ട് പോയ ഒരടയാളം. അത് നമ്മൾ കണ്ടുകൊണ്ട് മനുഷ്യന് പരസ്പരം സ്നേഹമില്ല. ഏതെല്ലാം രീതിയിലാണ് ഇന്ന് നമ്മൾ വാർത്താ ചാനലുകളിൽ കൂടെ ഓരോ കാര്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതും ഒരു ലക്ഷണമാണ്. ഞാൻ ഇത്രയും പറഞ്ഞ് ഞാൻ എൻ്റെ അനുഭവ സാക്ഷ്യത്തിലേക്ക് കടക്കുകയാണ്. നിങ്ങൾ വളരെ ശ്രദ്ധയോടെ എന്നെ കേൾക്കണം. ഞാൻ കണ്ടിട്ടില്ലാത്തവരും പലരുമായിരിക്കും ഇത് കേൾക്കുന്നത്. എനിക്ക് ഒരു ഉദ്ദേശമേ ഉള്ളൂ. ഞാൻ നരകം കണ്ടവൻ, ഞാൻ യേശുവിനെ കണ്ട ആൾ, ഞാൻ സ്വർഗം കണ്ട ആള്. പക്ഷെ സ്വർഗത്തിലോട്ട് കയറാൻ എനിക്ക് പറ്റിയില്ല. വാതുക്ക വരെ ഞാൻ പോയുള്ളൂ. അതുകൊണ്ട് ആ നരകം ഞാൻ വളരെ വ്യക്തമായി കണ്ടതാ. മനുഷ്യൻ ജീവനോട് കിടന്ന് നിലവിളിക്കുന്നത് ഞാൻ കണ്ടതാ. അന്നേരം ഞാൻ ലിസി ഹോസ്പിറ്റലിലെ വെന്റിലേറ്ററിൽ കിടക്കുന്ന സമയത്താണ് എനിക്ക് ഈ ദർശനം കിട്ടുന്നത്. അല്ലാതെ ഞാൻ ഉറക്കത്തിലോ പിച്ചിമ്പയും പറയുകയാണെന്നൊന്നും നിങ്ങൾ ആരും ധരിക്കരുത്. അതിന് വിത്ത് എവിഡൻസോട് കൂടി മാത്രമാണ് ഞാൻ എന്നെ കേൾക്കാനിരിക്കുന്ന ഓരോ വ്യക്തികളോടും സംസാരിക്കുന്നത്. നിങ്ങൾ അത് വിശ്വസിക്കണം. ബൈബിളിൽ ഇതിലെല്ലാം പറഞ്ഞിട്ടുണ്ട്. നായർ അന്ന് ബൈബിൾ വായിച്ചിട്ടില്ല. അതിന് ശേഷമാണ് ഞാൻ ബൈബിൾ വായിക്കുന്നത്. ബൈബിളിൽ എന്തൊക്കെയാണോ പറഞ്ഞിരിക്കുന്നത് അതെല്ലാം കർത്താവ് എന്നെ കാണിച്ചതാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ എൻ്റെ വ്യൂവേഴ്സ് എന്നെ ശ്രദ്ധിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഞാൻ ദൈവനാമത്തിൽ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു വിമർശന ബുദ്ധി ആർക്കും ഉണ്ടാകരുത്. അങ്ങനെ ഒരു ബുദ്ധി നിങ്ങളുടെ ഉള്ളിൽ വന്നാൽ അത് പിശാച് കൊണ്ടുവരുന്നതാണെന്നൊരു ബോധ്യം നിങ്ങളുടെ ഉള്ളിൽ വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കാരണം നിങ്ങളിൽ ഒരുവൻ ആയിരുന്നു ഒരു കാലത്ത് ഞാനും അനേക പാസ്റ്റർമാരെ എൻ്റെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയും ദൈവമക്കളെ പരിഹസിക്കുകയും ഒക്കെ ചെയ്ത വ്യക്തിയാണ്. എന്നെയാ കർത്താവ് പിടിച്ചത്. ഞാനും നിങ്ങളിൽ ഒരാളായിരുന്നു. അതുകൊണ്ടാണ് ഇത്ര വ്യക്തമായിട്ട് ഞാൻ പറയുന്നത്. പക്ഷെ ഈ സത്യം അറിഞ്ഞ പിന്നെ എനിക്ക് ഇരിക്കാൻ പറ്റത്തില്ല. എനിക്ക് കൂടിയേ പറ്റൂ. നിങ്ങൾ ആരും ആ ഗന്ധകപ്പൊയ്യൽ വീഴരുതേ എന്ന്, ഗന്ധകപ്പൊയ്യ ശൂന്യമായി കിടക്കണേ എന്ന് മാത്രം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അത് ഞാനാ. ഞാൻ പ്രാർത്ഥിക്കുന്നു, അത് ശൂന്യമായി കിടക്കണം. പിന്നെ അതിൽ മാക്സിമം ആൾക്കാരെ സ്വർഗത്തിൽ എത്തിക്കാനുള്ളതാണ് എന്റെ പ്രാർത്ഥന. പിന്നെ എല്ലാവർക്കും ആ യോഗ്യതയുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ആ യോഗ്യത നിശ്ചയിക്കുന്നത് യേശു തമ്പുരാനാണ്. ഞാൻ എൻ്റെ കർത്താവിനെ കണ്ടുമുട്ടിയതാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. പക്ഷെ അതിനു മുമ്പ് ഞാൻ നിങ്ങളിൽ ഒരാളായിരുന്നെന്ന് ആദ്യം ഞാൻ പറയും. അതിനുശേഷം ഞാൻ കർത്താവിനെ കണ്ടുമുട്ടിയത് പറഞ്ഞ് ഞാൻ ഇത് അവസാനിപ്പിക്കും. അപ്പോൾ ഞാനൊരു നായർ കുടുംബത്തിൽ ജനിച്ചു വളർന്നതെന്ന് ഞാൻ ആദ്യം പറഞ്ഞു. ഞങ്ങൾക്ക് ക്ഷേത്രം ഉണ്ടായിരുന്നു, കുടുംബക്ഷേത്രം. അങ്ങനെ ഒരു കാവുണ്ടായിരുന്നു. ആ കാവിനകത്ത് വിളക്ക് കത്തിക്കാനൊക്കെ ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് പോയിട്ടുണ്ട്. അപ്പൊ ഞാൻ വലിയൊരു ഭക്തനായിരുന്നു കൊച്ചിലെ തൊട്ട്. എപ്പോഴും എൻ്റെ സ്കൂളിൽ പഠിക്കുന്ന ആൾക്കാർ, എൻ്റെ കൂടെ പഠിച്ചവര് ഇപ്പോഴും എന്നോട് പറയും, ദേവപ്രസാദ് എങ്ങനെയാ ഈ വിശ്വാസത്തിൽ പോയത്? ദേവപ്രസാദ് പോയതല്ല, ഒരുവൻ എന്നെ തേടിയെത്തിയതാണ്. ഞാൻ പോയതല്ല, എന്നെ ഒരാൾ വന്ന് കൊണ്ടുപോയതാ. അത് എന്നെ സ്നേഹിക്കുന്ന സ്വർഗത്തിലെ ഒരു അപ്പൻ എനിക്കുണ്ട്. എന്നെ കൊണ്ടുപോയി എനിക്കൊരു രോഗത്തിൽ കൂടെ എന്നെ പിടിക്കാൻ പറ്റത്തുള്ളൂ എന്ന് കർത്താവിന് മനസ്സിലായി. പലരെ എൻ്റെ അടുക്കൽ അയച്ചതാണ്. ഇന്ന് നമ്മൾ ആരോടൊക്കെ സുവിശേഷം പറയാൻ ചെന്നാലും നമ്മളെയൊക്കെ ആട്ടി ഓടിക്കുന്ന പോലെ ഞാനും പലരെയും ആട്ടി ഓടിച്ചതാ. എൻ്റെ ബോംബെയിലെ വീട്ടിൽ ഒരു ദേവദാസൻ കയറി വന്നിട്ട് എന്നോട് സുവിശേഷം പറയാൻ ഇരുന്നപ്പോൾ കടക്കട പുറത്തെന്ന് പറഞ്ഞ് ഞാൻ വളരെ ആക്രോശിച്ച് ആ മനുഷ്യനെ ഇറക്കി വിട്ടതാ. പക്ഷെ ഈ സത്യം അറിഞ്ഞപ്പോൾ അദ്ദേഹം അവിടുന്ന് വീട് വിട്ട് വേറൊരു സ്ഥലത്ത് പോയെങ്കിലും ഞാൻ അദ്ദേഹത്തെ തേടി പിടിച്ച് അദ്ദേഹത്തിന്റെ നമ്പർ വാങ്ങിച്ച് ഞാൻ അദ്ദേഹത്തെ മടക്കി എൻ്റെ ഭവനത്തിൽ വിളിച്ച് ഞാൻ ക്ഷമ ചോദിച്ചു. സത്യം അറിഞ്ഞപ്പോൾ എനിക്ക് അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല. ദൈവമക്കളെ, നിങ്ങൾ ആരും ഒരു പരിഹാസമായിട്ടോ ഒന്നും എനിക്കൊരു ലജ്ജയുമില്ല. എൻ്റെ യേശു അപ്പനെ ഉയർത്തുന്നതില് ഞാൻ എത്രമാത്രം അതിനു മുമ്പ് ബിംബങ്ങളെ ആരാധിച്ചിരുന്നോ അതിന്റെയൊക്കെ 100 ഇരട്ടി മടങ്ങായിട്ട് ഞാൻ എൻ്റെ യേശുപ്പായി എന്ന് വിളിക്കുന്നത്. നിങ്ങൾ ആർക്കും പല വ്യതികോസുകാർക്കും പാരമ്പര്യമായിട്ട് ഒരുപാട് പേര് കാണും. പക്ഷെ ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഒരുവനാ. കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന അനേകരുണ്ടെങ്കിലും തിരഞ്ഞെടുക്കപ്പെട്ട ഓരോ ചുരുക്കം എന്ന് വചനത്തിൽ ഞാൻ വായിച്ചു. അപ്പോൾ ഞാൻ ഓർത്തു, അതിലൊരാളാണല്ലോ ഞാനും. അങ്ങനെ അതിലൊരുവനാകാനുള്ള ഭാഗ്യം ഈ എളിയവന് കിട്ടി. ഞാൻ ജനിച്ചു വളർന്ന വീട്ടിൽ ഞങ്ങൾ 4 പേരാണ്. എനിക്ക് മേളിൽ ഒരു പെങ്ങളും ഒരു ജ്യേഷ്ഠനും ഉണ്ട്. എനിക്ക് താഴെ ഒരു അനിയത്തിയും. ഞാന്
എന്റെ വിദ്യാഭ്യാസത്തിന് ശേഷം ഒരു ജോലി തേടി ബോംബെക്ക് കടന്നുപോയി. ഞാൻ 95-ലാണ് അവിടെ കടന്നുപോയി. ഞാനൊരു സിവിൽ ഡിപ്ലോമക്കാരനാണ്. ഞാൻ അവിടെ ജോലിയൊക്കെ അന്വേഷിച്ച് ജോലിയൊക്കെ കിട്ടി. അങ്ങനെ ഒരു 2000 വരെ ഞാൻ അവിടെ ജോലിയിൽ തുടർന്നു. 2000 ഞാൻ ഒരു ക്രിസ്ത്യാനി പെൺകുട്ടിയുമായിട്ട് ഒരു ഇഷ്ടത്തിലായി. സത്യം പറഞ്ഞാൽ ഞങ്ങൾ തമ്മിൽ ഒരു വഴക്കിട്ടതാ. വഴക്കിന്റെ ആ പെർഫോമൻസ് കണ്ട് എനിക്ക് അവളോട് ഒരു താല്പര്യം തോന്നിയതാ. ഞാനല്ല വഴക്കിട്ടത്, കമന്റ് അടിച്ചത് എന്റെ കൂടെ നിന്ന ആളാണ്. അപ്പോൾ കേസ് വന്നത്, കംപ്ലൈന്റ് വന്നത് എന്റെ പേരില്ല. ആ കംപ്ലൈന്റ് വരുന്ന കണ്ടോണ്ട് എനിക്ക് അവളോട് ഒരു താല്പര്യം തോന്നി. ഇന്ന് കഴിഞ്ഞ 24 വർഷമായിട്ട് അവൾ എന്റെ ഭാര്യയാണ്. അപ്പോൾ ഞാൻ എന്റെ ഇഷ്ടം അവളെ അറിയിച്ചപ്പോൾ അവൾ പറഞ്ഞത് എന്റെ കല്യാണമൊക്കെ കഴിഞ്ഞതാണ്. കാരണം ഞാൻ ഒരു ഹിന്ദു ആണെന്നുള്ള പൂർണ്ണ ബോധ്യം സഹോദരിക്കുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഒരു പൊന്തയൊക്കെ കഴുത്തലിട്ടാണ്ടാ ഇവളുടെ കൂടെ ചെന്ന്. കത്തോലിക്കക്കാരിയായിരുന്നു. ഇവളുടെ ഫുൾ ഡീറ്റെയിൽ എടുത്തിട്ടാ ഞാൻ പൊന്തയൊക്കെ കഴുത്തലിട്ട് നടന്നു. അപ്പോൾ അവൾക്കറിയാതെ ഞാൻ ഹിന്ദുവാണ്. അപ്പൊ എന്നോട്, എനിക്ക് ഇഷ്ടമാണ്, ഞാൻ നിന്നെ വിവാഹം കഴിക്കുമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ എന്നോട് പറഞ്ഞത് എന്റെ കല്യാണമൊക്കെ കഴിഞ്ഞതാ, വേറെ ആരെങ്കിലും തന്നെയാണ്. ഞാൻ പറഞ്ഞു രണ്ടാമത് തന്നെ ഞാൻ കിട്ടുമെന്ന്. അങ്ങനത്തെ ഒരു സ്വഭാവമായിരുന്നു. ഒന്ന് പറഞ്ഞ് രണ്ടാമത് ദേഷ്യം വരിക, പെട്ടെന്ന് കോപിക്കുക, വേണ്ടി വന്ന രണ്ടെണ്ണം പൊട്ടിക്കുക, ഇങ്ങനെയൊക്കെയുള്ള സ്വഭാവക്കാരനായിരുന്നു. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാ. അന്ന് എന്റെ കൂടെ കൂടിയ എന്റെ കൂട്ടുകാരൊക്കെ പറയും, നിനക്ക് വന്ന മാറ്റം ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. കാരണം ഞാൻ മാറിയതല്ല, എന്നെ ഒരുവൻ മാറ്റിയതാ. ഇന്ന് എനിക്ക് അതിന്റെ പകുതി പോലും ദേഷ്യമില്ല. എന്റെ മോള് കുഞ്ഞു കുട്ടിയായിരിക്കുമ്പോൾ എന്റെ അടുത്ത് വരാൻ അവൾക്ക് പേടിയായിരുന്നു. കാരണം ഞാൻ മിക്കവാറും മദ്യപിച്ചിട്ടൊക്കെ ഇരിക്കുന്ന ആളാ, സ്മോക്ക് ചെയ്യുകയും ചെയ്യും. ഇല്ലാത്ത തോന്നിയവാസങ്ങൾ ഒന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങളിൽ ഒരാളായിരുന്നു ഞാനും. അവിടുന്ന് എന്നെ തേടിയത് ആണ് യേശുപ്പ. അവിടുന്ന് എന്നെ എന്തോ പറയാ, തിരഞ്ഞെടുത്തു. നമ്മൾ ചൂണ്ടയിട്ട് പൊക്കി എന്നൊക്കെ പറയത്തില്ലേ ലോക്കൽ ലാംഗ്വേജിൽ, അതുപോലെ എന്നെ പിടിച്ചതാ. ഞാൻ ഇന്നും രാവിലെ എന്റെ അപ്പായോട് ചോദിക്കുന്നത്, അപ്പ നീ എന്നിൽ എന്തു കണ്ടു എന്നാ. ഞാനൊരു മോശം മനുഷ്യനാണെന്ന് പറയാൻ ആഗ്രഹിക്കുന്നവനാണ്. കാരണം ഞാൻ എന്റെ അപ്പനോടും അമ്മയോടും ചോദിക്കാതെ കല്യാണം കഴിച്ച ആളാണ്. എനിക്കൊരു കുട്ടിയായതിനു ശേഷം എന്റെ പിതാവും മാതാവും അറിയുന്നു. കാരണം അവരോട് എനിക്കൊരല്പം ഒരു ഇതുണ്ടായിരുന്നു. കാരണം എനിക്കൊരു ഗൾഫൊക്കെ ശരിയായപ്പോൾ, ഞാൻ നല്ല സാമ്പത്തിക സ്ഥിതിയുള്ള ഭവനത്തിലാണ് ജനിച്ചു വളർന്നത്. എന്റെ വീട്ടുകാരെല്ലാവരും ബിസിനസ്സുകാരാണ്. എന്റെ പിതാവ് PWDയിലെ ഒരു ക്ലർക്കോ മറ്റോ ആയിരുന്നു. ഏത് പോസ്റ്റ് എന്നൊന്നും എനിക്കറിയില്ല. PWDയിലായിരുന്നു അച്ഛൻ വർക്ക് ചെയ്തത്. അപ്പൊ എനിക്കൊരു 35,000 രൂപ തരാനൊന്നും അവിടെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പൊ എന്റെ പിതാവ് പറഞ്ഞത്, മാർവാടി വല്ലതും കളിപ്പിച്ചിട്ട് പോയാൽ എന്റെ പൈസ പോകത്തില്ലേ, അതുകൊണ്ട് നീ ഇപ്പൊ തൽക്കാലമുള്ള ജോലിയൊക്കെ ചെയ്താൽ മതി, അല്ലെ നീ തന്നെ പൈസ ഉണ്ടാക്കി പോയാൽ മതി എന്നാ പറഞ്ഞത്. പക്ഷെ അതൊക്കെ എനിക്ക് മനസ്സിനെ ഒരുപാട് അങ്ങ് വേദനിപ്പിച്ചു. സാധാരണ ഞാൻ കണ്ടിരിക്കുന്നത് എന്റെ റൂമില് പിതാവ് ഒക്കെ വന്ന് മക്കളെ കയറ്റി വിട്ടു പോകുന്നതാണ് ഞാൻ കാണാറുണ്ട്. അപ്പൊ എന്റെ വീട്ടിൽ ഉണ്ടായിട്ടും എന്തുകൊണ്ട് എന്റെ അപ്പൻ എന്നോട് ഇങ്ങനെ പറഞ്ഞു എന്നുള്ള ഒരു ചിന്ത എന്റെ ഹൃദയത്തിൽ വന്നു. അപ്പൊ പിന്നെ ഞാൻ ചിന്തിച്ചു, ഇനിയും ഇപ്പൊ അപ്പന്റെ സഹായമൊന്നും വേണ്ട, സ്വന്തം പ്രയത്നത്താൽ തന്നെ ഗൾഫിൽ പോകണമെന്നുള്ളതായി എന്റെ തീരുമാനം. ആ അപ്പന്റെ മോനല്ലേ, അല്പം വാശിയൊക്കെ എനിക്കുണ്ട്. അപ്പൊ എന്റെ മാതാവ് പറയായിരുന്നു, അപ്പന്റെ ശരിക്കുള്ള മകൻ നീ തന്നെയാണ്, അപ്പന്റെ ശരിക്കുള്ള സ്വഭാവം എല്ലാം നിനക്കുണ്ട്. എന്റെ അപ്പനും ഇച്ചിരി അല്പം മദ്യപിക്കുന്ന ആളായിരുന്നു. ഞാനും നന്നായിട്ട് മദ്യപിക്കുന്ന ആളായിരുന്നു. എന്റെ അപ്പനും സ്മോക്ക് ചെയ്യുന്ന ആളായിരുന്നു. ഞാനും നന്നായിട്ട് സ്മോക്ക് ചെയ്യും. പക്ഷെ എന്റെ ജ്യേഷ്ഠൻ ഈ വക സ്വഭാവങ്ങളൊന്നുമില്ല. അദ്ദേഹത്തിന് രോഗം കഴിഞ്ഞിട്ടൊരു ഇതുമില്ല. അദ്ദേഹത്തിന് എന്നും ഓരോ അസുഖങ്ങളാണ്. പക്ഷെ ഇതെല്ലാം ഉപയോഗിക്കുന്ന ആളായിരുന്നു. വീട്ടിൽ ഏറ്റവും സൈസ് ഞാനിപ്പോ 96 കിലോ, 70 കിലോയെ പാടുള്ളൂ. ഞാൻ ജോലി ചെയ്തിട്ട് 11 വർഷത്തോളമായി. കർത്താവിനെ അറിഞ്ഞിട്ടും 11 വർഷമായി. എന്നെ ഇന്ന് നടത്തുന്നത് എന്റെ കർത്താവ്. എന്റെ നാളത്തേതും ഇന്നലത്തേതും ഇന്നും അറിയുന്നതായ എന്റെ യേശുപ്പ. ഞാൻ ഈ അപ്പ എന്ന് വിളിച്ച് സംസാരിക്കുന്നത്, എന്നെ കെട്ടിപ്പിടിച്ചിട്ട് ഞാനാ നിന്റെ പിതാവെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് അങ്ങനെ എന്റെ നാവ് വരുത്തുള്ളൂ. ഞാൻ അപ്പ എന്ന് പറഞ്ഞേ സംസാരിക്കത്തുള്ളൂ. എല്ലാവരും കർത്താവെ കർത്താവ് എന്ന് വിളിച്ച് സംസാരിക്കെങ്കിലും, ഞാൻ എന്തോ ഒരു വിഷയം ഉണ്ടെങ്കിലും എന്റെ സ്വന്തം പിതാവ്, ഭൂമിയിൽ എനിക്ക് ജന്മം തന്ന പിതാവിനോട് എങ്ങനെയായിരുന്നു സംസാരിച്ചത്, അദ്ദേഹത്തോട് ഇത്രയും ഫ്രീ ആയിട്ട് സംസാരിച്ചിട്ടില്ല. പക്ഷെ എന്റെ യേശു അപ്പയോട് ഞാൻ വളരെ ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുന്നു. അങ്ങനെ ഞാന് ഈ മൊബൈൽ വന്ന് ഇങ്ങനെ ഇവളോട് ഇഷ്ടമാണെന്ന് പറഞ്ഞു. ഇവള് പറഞ്ഞു അത് വീട്ടുകാരോട് ആലോചിച്ചിട്ട് അറിയിക്കാം. അപ്പൊ അങ്ങനെ ഇരുന്നപ്പോൾ എന്റെ ഇളയ പെങ്ങളുടെ വിവാഹ ആലോചന ഉറപ്പിച്ചു. അപ്പൊ എന്റെ നാട്ടിൽ നിന്ന് എന്നോട് പറഞ്ഞു, ഇളയ പെങ്ങളുടെ വിവാഹം നീ മടങ്ങി വരണോ. അങ്ങനെ
നാട്ടിലേക്ക് പോയി വിവാഹത്തിന് പങ്കെടുക്കാൻ. അപ്പൊ എന്റെ വൈഫ് പറഞ്ഞു വീട്ടിൽ പോയി വിവാഹത്തിനൊക്കെ ആലോചനയൊക്കെ നടത്തിയിട്ട് വന്നാൽ മതി. അങ്ങനെ ഞാൻ അപ്പൊ എന്റെ വീട്ടിൽ ഞാൻ മാത്രമേ പുറത്ത് ജോലി ചെയ്യുന്ന ആളുള്ളൂ. ഈ ബിസിനസ്സുകാരായതുകൊണ്ട് അവർ പുറത്തോട്ടൊന്നും പോകുന്നില്ല. അപ്പൊ ഞാൻ റിസർവേഷൻ എടുക്കാൻ എറണാകുളത്ത് പോകാൻ പറഞ്ഞ് ഞാൻ അങ്ങനെ എറണാകുളത്തോട്ട് പോയി. അപ്പൊ എറണാകുളത്ത് എന്റെ വൈഫിന്റെ ആങ്ങളെ ഉണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തെ പോയി കണ്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു അത് എനിക്ക് വിരോധമൊന്നുമില്ല, പിന്നെ അമ്മയും ജ്യേഷ്ഠന്മാരൊക്കെ ഉണ്ട്, അവരോടൊക്കെ ആലോചിച്ചിട്ട് പറയാം. ഞാൻ പറഞ്ഞു എന്നിട്ട് പെങ്ങളെ വിവരം അറിയിച്ചൊക്കെ പറഞ്ഞു. അപ്പൊ ആ അമ്മച്ചി ഒരു ഡിമാൻഡ് വെച്ചു, മാമോദിസ എടുത്തിട്ടാണെങ്കിൽ കെട്ടിച്ചു തരാം. അപ്പൊ ഈ മാമോദിസ എന്താണെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ എന്റെ വൈഫിനോട് ചോദിച്ചു എന്താ ഈ മാമോദിസ. അപ്പം പറഞ്ഞു അച്ഛൻ അച്ഛന് വെള്ളം തളിക്ക് ഒരു പേരൊക്കെ കൊടുത്തു. അപ്പൊ ഞാൻ ചോദിച്ചു ഈ പേര് പേപ്പറിലൊക്കെ വരുമോ, ദേവപ്രസാദ് മതം മാറി ഇന്ന പേരില്ല എന്നൊക്കെ വരുമോ, എങ്കിൽ പിന്നെ നാട്ടുകാർ പ്രശ്നം ഉണ്ടാക്കും. പറഞ്ഞു അതൊന്നും ഇല്ല. അപ്പൊ ബോംബെയിലെ ചർച്ചിലെ നാട്ടുകാരൊന്നും കാണത്തില്ല എന്നുള്ള ഒരു പ്രതീക്ഷയില് അങ്ങനെ മലങ്കര കത്തോലിക്ക പള്ളിയിൽ പോയി ഞാൻ മാമോദിസ എടുത്താണ്. ഇന്ന് പലരും മാമോദിസ എടുത്തിട്ട് സ്നാനപ്പെട്ടു എന്ന് പറയുന്നത് നടക്കുന്ന ആൾക്കാർക്ക് ഒരു ഒരു മുന്നറിയിപ്പാണ് എന്റെ മാമോദിസ. അപ്പൊ ഞാൻ മാമോദിസ എടുത്ത് കല്യാണം കഴിച്ചു. ഞങ്ങൾ വളരെ സന്തോഷത്തോടെ 2000-ലായിരുന്നു കല്യാണം. 2000 കല്യാണം കഴിച്ചു. 2003 അന്ന് വരെ വാടകയ്ക്കാ താമസിച്ച് ഒരു മുറിയിലുള്ള ജീവിതമായിരുന്നു. ബോംബെയിലെ ലൈഫാ, ഒരു സൈഡിൽ സ്റ്റൗ ഒരു സൈഡിൽ കട്ടിലുവാ. അങ്ങനെ കഴിഞ്ഞുകൊണ്ടിരുന്നപ്പോ ഞാൻ വൈഫിനോട് പറഞ്ഞു ഇതിനകത്തൊക്കെ കുട്ടികളായി കഴിഞ്ഞാൽ നമുക്കും ഇതിനകത്ത് ഇരിക്കാൻ പറ്റത്തില്ല, കുഞ്ഞൊക്കെ എങ്ങനെ ഇതിനകത്ത് വളരും. ഇവള് ചോറൊക്കെ വെക്കുന്ന സമയത്ത് ഈ ഫാനൊക്കെ അങ്ങ് ഓഫ് ചെയ്യും, അപ്പൊ പിന്നെ സ്റ്റൗ കെട്ടുപോലും, അതുകൊണ്ട് ഫാൻ അങ്ങ് ഓഫ് ചെയ്യും. അപ്പൊ പിന്നെ നമുക്ക് ഇരിക്കാൻ പറ്റത്തില്ല, അതിനകത്ത് ചൂട് കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ കഴിയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എന്തോ സ്വർഗത്തിൽ അപ്പച്ചൻ എന്നെ ഭൂമിക്ക് അടിസ്ഥാനം ഇടുന്നതിന് മുമ്പ് ഞാൻ ക്രിസ്തുവിലുള്ളത് കൊണ്ട് സമയാസമയങ്ങളിൽ എനിക്ക് ഓരോ ബുദ്ധി ഉപദേശിച്ച് തരികയും ഞാൻ അതനുസരിച്ച് ഞാൻ മുമ്പോട്ട് പോവുകയും, ഒന്നും എന്റെ മിടുക്കല്ല, ഞാൻ എന്റെ യേശുവപ്പായെ അറിഞ്ഞതിന് ശേഷം ഞാൻ പുറമോട്ട് നോക്കുമ്പോൾ ഇന്ന് 51 വയസ്സായി, ഇതുവരെ നടത്തിയത് കർത്താവ് തന്നെയാണ്. ക്രിസ്തുവിലാകുന്നതിന് മുമ്പും എന്നെ നടത്തിയത് എന്റെ കർത്താവ് തന്നെയാണ്. അങ്ങനെ ഞാൻ വൈഫിനോട് ആലോചിച്ചു നമുക്കൊരു ഫ്ലാറ്റ് വാങ്ങാം. അവള് പറഞ്ഞു നമ്മുടെ അതിന് എവിടുന്ന പൈസ. ഞാൻ വേണ്ടി നമുക്ക് രണ്ടുപേർക്കും ജോലിയില്ലേ, ഒരാളുടെ ശമ്പളം നമുക്ക് അങ്ങ് ലോൺ അടയ്ക്കാം, എന്നിട്ട് ഒരാളുടെ ശമ്പളത്തിൽ നമുക്ക് കഴിയാവുന്നു. അപ്പൊ അവള് പറഞ്ഞു എന്നാ പിന്നെ ഏതായാലും വാടക കൊടുക്കണം, വാടക കൊടുക്കാതെ ആരും താമസിക്കും, ഈ വാടക കാശ് ആ ലോൺ അങ്ങ് അടച്ചാല് ഒന്നുമല്ലേ നമ്മുടെ സ്വന്തം വീടായിട്ട് കഴിയാല്ല, ആരും വന്ന് ഇറങ്ങടാന്നൊന്നും പറയത്തില്ല. അങ്ങനെ സഹോദരിക്ക് അത് നല്ല ബുദ്ധിയാന്ന് തോന്നി, അവള് സമ്മതിച്ചു. അങ്ങനെ ഞങ്ങള് ബോംബെയിൽ വസൈക്ക് അപ്പുറത്തെ ഒരു സ്ഥലത്ത് പോയൊരു ഫ്ലാറ്റ് നോക്കി. ഒരു ബ്രോക്കറേജ് പോലും ഇല്ലാതെ കർത്താവ് എനിക്കൊരു ഭവനം തന്നു. ആ ഭവനത്തിൽ ഞങ്ങൾ കഴിഞ്ഞ 27 വർഷം ഞങ്ങൾ ആ ഭവനത്തിലാണ് താമസിച്ചത്. ആ ഭവനത്തിൽ കയറിയ പിന്നെ ഞങ്ങൾക്ക് ഒന്നിനും ഒരു മുട്ടില്ലായിരുന്നു. അവിടെ കയറി 2-ാമത്തെ കൊല്ലമായപ്പം കർത്താവ് ഒരു മോളെ തന്നു. മോള് ഉണ്ടായി 10-ാമത്തെ ദിവസം ഞാൻ ആദ്യമായിട്ട് ഗൾഫിൽ കടന്നു. അങ്ങനെ ഗൾഫിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ഗൾഫിൽ കല്യാണം കഴിച്ചത് മാത്രം എന്റെ വീട്ടുകാരോട് പറയുന്നില്ല, ബാക്കി എല്ലാ കാര്യങ്ങളും ഞാൻ അവരെ അറിയിക്കാറുണ്ട്. അപ്പൊ ഗൾഫിൽ പോയ കാര്യങ്ങളൊക്കെ അവരെ അറിയിച്ചു. അങ്ങനെ കർത്താവ് എനിക്ക് ബോംബെയിൽ ഒരു ഭവനം തന്നു. ആ ഭവനത്തിൽ ഞങ്ങള് 19 വർഷം ആ ഭവനത്തിലാണ് താമസിച്ചത്. അങ്ങനെ 2003 ഒരു മകളെ കർത്താവ് തന്നു. മകളുണ്ടായി. ഈ 10-ാമത്തെ ദിവസം ഞാൻ ആദ്യമായിട്ട് ഗൾഫിലേക്ക് കടന്നു. അതിന് കാരണം മകളെ പ്രഗ്നന്റ് ആയെന്ന് അറിഞ്ഞപ്പോൾ വൈഫിന് ചെറിയൊരു ബുദ്ധിമുട്ട്, ഒരു 3-ാമത്തെ മാസം ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണ്ടായിട്ട്. അപ്പൊ ഞാൻ അന്ന് ജോലി ചെയ്തുകൊണ്ടിരുന്ന കമ്പനിയില് പറയാതെ ലീവ് എടുത്തപ്പോൾ എന്റെ ബോസ് പിറ്റേ ദിവസം ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു, പിയൂൺ എന്നോട് പറഞ്ഞു സാറ് വന്ന് കണ്ടിട്ട് നീ സീറ്റിൽ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത് പറയുന്നത് എന്റെ അന്നത്തെ ആ ക്യാരക്ടർ എങ്ങനെയാന്ന് വ്യൂവേഴ്സ് മനസ്സിലാക്കാം. ഞാനപ്പോ ആ സീറ്റിലിരുന്നു, കമ്പ്യൂട്ടർ ഒന്നും ഓൺ ചെയ്തില്ല, അങ്ങനെ ഇരുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോ ഈ ഗുജറാത്തി ഒരു പിന്നെ ബോസായിരുന്നു എന്റെ, അദ്ദേഹം വന്നു. പിയൂണിനോട് പറഞ്ഞു അവനെ വിളിക്കാൻ. ഞാൻ അകത്ത് ചെന്നു. നീ എന്താ ഇന്നലെ വരാൻ ഞാൻ ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്റെ വൈഫിന് ഒരു ചെറിയ സ്റ്റൊമക് പെയിൻ ഉണ്ടായി, അപ്പൊ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണ്ടായിട്ട് സാറിനെ വിളിച്ച് പറയാൻ ആ ഒരു ഇതിൽ എനിക്ക് പറ്റിയില്ല, അതെനിക്ക് അർജന്റ് വർക്ക് ഉണ്ടായിരുന്നു, നീ ഇങ്ങനെ ആണെങ്കിൽ ഇവിടെ ജോലി തുടരണ്ടാകും.
ഞാൻ പറഞ്ഞു സാറേ, ഇപ്പൊ വൈഫിന്റെ കാര്യം നോക്കാൻ ഞാനല്ലാതെ അവിടെ വേറെ ആരും ഇല്ല. ഇവിടെ വേറെയും സ്റ്റാഫ് കൊണ്ട് വേണേ അവരെ കൊണ്ട് താങ്കൾക്ക് അത് ചെയ്യാമായിരുന്നു. അതിന്റെ പേരിൽ ഇത്രയും എന്നെ ചെയ്യണോ? അപ്പൊ ഞാനൊരു പറഞ്ഞ ഒരു കാര്യം ചെയ്യും, സാർ എന്നെ ഇവിടെ വെക്കണ്ടാന്ന്, ഞാൻ അങ്ങ് പോവാ, സാറ് നാളെ മുതൽ വേറെ ആളെ വെച്ചോളാം. അത് നീ അങ്ങനെ തീരുമാനിക്കരുത്. ഞാൻ പറഞ്ഞു സാർ ഓൾറെഡി പറഞ്ഞല്ലോ നീ ഇവിടെ ജോലി ചെയ്യണ്ട. അത് മാത്രമല്ല, എനിക്ക് ആ കമ്പനിയോട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഞാൻ അതുവരെ ജോലി ചെയ്ത കമ്പനി എന്ന് പറയാതെ വന്നിട്ട് ഞാൻ പുതിയതായിട്ട് ജോയിൻ ചെയ്തായിരുന്നു ഈ കമ്പനി. ഇപ്പൊ വീട് വാങ്ങിച്ചോടുകൂടി എന്റെ സാലറി സ്കെയിലൊക്കെ മാറി, ഇരട്ടി ശമ്പളത്തിന് കുറച്ചുകൂടെ വീടിന് അടുത്തൊരു കമ്പനി ജോലി കിട്ടിയപ്പോൾ ഞാൻ അതുവരെ ജോലി ചെയ്ത കമ്പനിയിൽ നിന്ന് നന്ദികേട് കാണിച്ചിട്ട് ഞാൻ അങ്ങോട്ട് പോയതാണ്. ആ കമ്പനിക്കാർ എനിക്ക് ശമ്പളം കൂട്ടിത്തരത്തുമില്ല, അവരെന്നെ വിടത്തുമില്ല. അപ്പൊ പിന്നെ എനിക്ക് അവിടെ പറഞ്ഞിട്ട് രക്ഷപ്പെടാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ അടുത്ത മാസം അവിടെ ജോലിക്ക് കയറി. അപ്പൊ ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു സാറ് നാളെ മുതൽ വേറെ ആളെ വെച്ചു, ഞാൻ അങ്ങ് പോവാന്ന് പറഞ്ഞു. അന്നേരം ഞാൻ ബാഗ് എടുത്ത് ഞാൻ എന്റെ വീട്ടിൽ പോയി. വീട്ടിൽ പോയിട്ട് പുറത്തിറങ്ങിയിട്ട് വൈഫിനെ വിളിച്ചിട്ട് പറഞ്ഞു, നീ കാരണം എന്റെ ജോലി പോയി, ഞാൻ നിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നുണ്ട്, അവരോട് പറഞ്ഞില്ല, അതുകൊണ്ട് അയാൾ എന്നോട് ഇങ്ങനെയൊക്കെ പറഞ്ഞു, ഞാൻ അങ്ങ് പോവാന്ന്. അവള് പറഞ്ഞു വീട്ടിൽ പൊക്കോളാം. അങ്ങനെ ഞാൻ അങ്ങ് വീട്ടിൽ പോയി. അന്ന് എന്റെ മനസ്സിൽ കയറി, ഇനി ഇവിടെ ഈ നാട്ടിലെ ജോലി വേണ്ട, ഒന്ന് പുറത്തേക്ക് പോകണം. എന്നെക്കാട്ടി എക്സ്പീരിയൻസ് കുറഞ്ഞ ആൾക്കാരൊക്കെ ഗൾഫിൽ പോകുന്നു, ഞാൻ മാത്രം പോകുന്നില്ല. അങ്ങനെ ഇരുന്നപ്പം പിന്നെ ഞാൻ ഇനി എന്തായാലും ഒന്ന് ഗൾഫിൽ പോയിട്ടേ ഉള്ളൂ ഞാനും അങ്ങ് തീരുമാനിച്ചു. ഞാനല്ല തീരുമാനിച്ചത്, എന്റെ യേശോപ്പ എന്നെ ആ തീരുമാനത്തിലേക്ക് നടത്തിയത്. അപ്പോ പിന്നെ പിറ്റേ ദിവസം തൊട്ട് ഞാൻ അതിനുള്ള പേപ്പറുകളും അതിനുള്ള കാര്യങ്ങളും ഒക്കെ ചെയ്യാൻ തുടങ്ങി. എന്തായാലും 10 മാസം പൂർണ്ണ ഗർഭിണിയായിരിക്കും. ലാസ്റ്റ് ചെക്കപ്പിന് കൊണ്ടുപോകുമ്പോൾ ഒരു ഏജൻസിയിൽ നിന്ന് എനിക്കൊരു കോൾ വന്നു, നിങ്ങളുടെ ബയോഡാറ്റ സെലക്ട് ആയിട്ടുണ്ട്, ഖത്തറിലേക്ക് നിങ്ങൾ വേഗം പാസ്പോർട്ടുമായിട്ട് വരണം. ഓക്കെ ആയിരുന്നു. അപ്പൊ ഞാൻ തിരിച്ച് വൈഫിനെ കൊണ്ട് വീട്ടിലാക്കിയിട്ട് പിറ്റേ ദിവസം ഈ ഏജൻസി പോയി. നല്ല ഏജൻസിയാണ്, നമുക്ക് വിശ്വസിച്ച് കൊടുക്കാം. കുറെ ഏജൻസികളെ നമ്മൾ അവിടെ ആയിരുന്നുകൊണ്ട് നമുക്ക് അറിയാം ആരെ വിശ്വസിക്കാൻ പറ്റും. അവിടെ കൊണ്ട് കൊടുത്തു. അപ്പൊ എന്റെ ഒരു ഉള്ളിലെ ടെൻഷൻ, ഇവര് 10-35,000 രൂപ സർവീസ് ചാർജ് ചോദിച്ചാൽ അന്നേരം കൊടുക്കാനൊക്കെ പാടാ, കാരണം ഡെലിവറി അടുത്തിരിക്കുന്നു. ആകെ ഞാൻ ഒരു 4 സൈഡിൽ നിന്ന് എന്നെ വരിഞ്ഞ് മുറുക്കി നിർത്തിയിരിക്കുന്ന ഒരു സമയം. അപ്പോഴും മദ്യപാനമുണ്ട്, സിഗരറ്റ് വലിയും ഉണ്ട്, എല്ലാ ദുശീലങ്ങളും എനിക്കുണ്ട്. അപ്പം ഈ ടെൻഷൻ കൂടുമ്പോ പിന്നെ മദ്യത്തിന്റെ അളവ് അങ്ങ് കൂടും. പിന്നെ ബോധമില്ലാതെ കിടന്നെങ്കിലേ ഒന്ന് ഉറങ്ങാൻ പറ്റും. അങ്ങനെ ഞാൻ പിറ്റേ ദിവസം അവിടെ പോയി പാസ്പോർട്ടുമായിട്ട് പോയി അവരെ കണ്ട് സംസാരിച്ചു. അപ്പൊ അവർക്ക് 18,000 രൂപ ഞാൻ സർവീസ് ചാർജ് കൊടുക്കണം. അത് അവരുടെ ഇതും ടിക്കറ്റിന്റെ പൈസയാണ്. ഓക്കെ. അപ്പം ഞാൻ അവരോട് ആവശ്യപ്പെട്ടത് എനിക്കൊരു 10 ദിവസം കൂടെ കഴിഞ്ഞിട്ട് എനിക്ക് പോകാൻ പറ്റത്തുള്ളൂ. എന്റെ വൈഫിന്റെ സിറ്റുവേഷൻ ഇതാ, അതൊന്ന് ഡെലിവറി കഴിഞ്ഞാണെങ്കിൽ ഞാൻ ആ സമയത്ത് പൊക്കോളാം. അവരത് പറഞ്ഞു, ഓക്കെ പ്രശ്നമില്ല, ഞങ്ങളത് കമ്പനി അറിയിച്ചോ. അങ്ങനെ ഡെലിവറി കഴിഞ്ഞു. 10ാമത്തെ ദിവസം കുഞ്ഞിനെ 10 ദിവസം കണ്ടിട്ട് ഞാൻ ഖത്തറിലേക്ക് മടങ്ങിപ്പോയി. അങ്ങനെ ഖത്തറിലേക്ക് പോയി. അപ്പം ഈ കൊച്ചു കുഞ്ഞിനെ കണ്ടിട്ടല്ലേ പോകാൻ ഒട്ടും മനസ്സില്ലായിരുന്നു. എന്നാലും പോയേ പറ്റൂ, ഇതിനെ വളർത്തണ്ടേ. അപ്പൊ പോയേ പറ്റൂ, അതുകൊണ്ട് കടിച്ചു പിടിച്ച് അങ്ങ് പോയി. ഞാൻ ഒരുപാട് കിടക്കുന്നു. ഒരു 9 മാസം ആയപ്പം കുഞ്ഞിന് ഒരു കാലിന് ഒരു ചെറിയ പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പൊ അതിന് ചെറിയൊരു സർജറി വേണ്ടി. അപ്പൊ വൈഫിന്റെ സഹോദരി കൂടെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ധൈര്യമായിട്ട് അങ്ങ് പോയത്. അങ്ങനെ അവിടെ ചെന്ന് 9 മാസം ആയപ്പം ഇതുപോലെ ഞാൻ ഒരു എമർജൻസി ലീവ് അടിച്ച് ഒരു 20 ദിവസത്തേക്ക് ഞാൻ ബോംബേക്കിലേക്ക് വന്നു. ഞാൻ എന്റെ ചെലവിലാണ് വരുന്നത്, അന്നേരം കമ്പനി ടിക്കറ്റ് തരുന്നില്ല. അങ്ങനെ ഞാൻ വന്നു, കുഞ്ഞിനെ കണ്ടു, ഒരു 20 ദിവസം അവിടെ കൂടെ നിന്നു. ഞാൻ കണ്ടേച്ചു പോയ കുഞ്ഞല്ല, അവൾ ആളങ്ങ് മാറി. അങ്ങനെ പിന്നെ 20 ദിവസം കഴിഞ്ഞ് വീണ്ടും ഞാൻ മടങ്ങിപ്പോയി. ഒന്ന് വന്ന് കണ്ടേച്ച് പിന്നെ അങ്ങ് തലയ്ക്കൊരു വല്ലാത്തൊരു മന്ദതയായിരുന്നു. പിന്നെ കുഞ്ഞിനെ കാണണം, അവിടെ കളിച്ചിരിച്ചുള്ള ആ ഒരു സമയങ്ങൾ ഒരുപാട് സന്തോഷം തരുന്നതായിരുന്നു. അങ്ങനെ ഒരു 6 മാസം കൂടെ കഴിഞ്ഞു. പിന്നെ ഞാനപ്പം കുഞ്ഞിന്റെ പേരിലായി ലീവ് എടുക്കും. പിന്നെ ഒരു ലീവിന് ഇട്ടു, അതും പാസ്സായി. അന്നേരം ഞാൻ സ്വന്തം ചെലവ് വന്നു, ഒരു 10-15 ദിവസം താമസിച്ചിട്ട് പോയി. അപ്പൊ ഏകദേശം പിന്നെ 2 കൊല്ലത്തെ പിന്നെ എഗ്രിമെന്റ് ആയിരുന്നു. അതപ്പോ തീരാൻ ഇനി ഒരു 3 മാസം കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ ഈ 3 മാസം കൂടെ കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇനി റിന്യൂ ചെയ്യണ്ട, ഞാൻ അങ്ങ് തിരിച്ചു പോവാ, ഞാൻ കമ്പനി തുടരാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് ഒരു ലെറ്റർ കൊടുത്തു. അങ്ങനെ റിസൈൻ ചെയ്ത് ഞാൻ ഇങ്ങി പോന്നു. അപ്പൊ ഏകദേശം എന്റെ കടമൊക്കെ ഒന്ന് മാറി, ഞാനൊന്ന് സെറ്റ് ഒരു ലെവലായി. അപ്പൊ പിന്നെ എനിക്ക് ഒന്ന് ദുബായിക്ക് പോകണമെന്നുള്ള ഒരു ആഗ്രഹം.
ആ സമയത്താണ് അവിടെ ബുർജ് ഖലീഫയൊക്കെ പണിയുന്നത്. അപ്പൊ എന്റെ ഫീൽഡിലുള്ളവർക്കൊക്കെ പറയുന്ന ശമ്പളത്തിന് അവിടെ ജോലി കിട്ടുന്ന ഒരു സമയം. അങ്ങനെ വന്ന് ഞാൻ ഒരു 6 മാസം മോളോട് ഇങ്ങനെ കളിച്ച് ചിരിച്ച് നടന്ന് മദ്യപിച്ച് ഇങ്ങനെ അങ്ങ് നടക്കുക. അങ്ങനെ ഇരുന്നപ്പോൾ ഈ ബുർജ് ഖലീഫ ഒരു കമ്പനിയിലേക്ക് ഞാൻ ഇങ്ങനെ വിസിറ്റിംഗ് വിസായി പോയി. എന്നെ ഇന്റർവ്യൂ എടുക്കുന്നതിന് എന്റെ ബോംബെയില് എന്റെ കൂടെ എന്റെ റൂമിൽ ഉണ്ടായിരുന്ന ഒരാള്, ഒരു സിവിൽ എഞ്ചിനീയർ. അപ്പൊ പിന്നെ വ്യൂവേഴ്സിന് മനസ്സിലാകും ഞാൻ ആ ഇന്റർവ്യൂ പാസ്സാവും. ഞാൻ അവിടെ 5 കൊല്ലം ആ കമ്പനി ഞാൻ ജോലി ചെയ്തു. എന്റെ കുടുംബം ഉണ്ടായിരുന്നു എന്നോടൊപ്പം. അങ്ങനെ എന്റെ മോളൊരു LKG UKG ഒക്കെ അവിടെ പഠിച്ചത്. 1-ാം ക്ലാസ് 2-ാം ക്ലാസ് വരെ മോൾ അവിടെ പഠിച്ചു. അങ്ങനെ ഇരുന്നപ്പോൾ പിന്നെ ഈ ക്രൈസിസ് ഉണ്ടായ സമയത്ത് എന്റെയും ജോലി നഷ്ടമായി. ഞങ്ങൾ താമസിച്ച വീട് പൂട്ടിയിട്ടിട്ട് അവിടെ നിന്ന് പോന്നതാണ്. അങ്ങനെ അനേകർ അവിടുന്ന് ആ സമയത്ത് പോകുന്നു. നമുക്കൊന്നും കൊണ്ടുവരാനൊന്നും പറ്റത്തില്ല. അങ്ങനെ കമ്പനി സെറ്റിൽമെന്റ് തന്നു കഴിഞ്ഞാൽ പിന്നെ അവര് നമ്മളെ കയറ്റിവിടും. നമ്മളെ പിന്നെ അവിടെ നിൽക്കാൻ അവർ അനുവദിക്കും. അങ്ങനെ ഞാനിങ്ങനെ പോന്നു. അപ്പൊ നമ്മുടെ അടുത്തിരിക്കുന്നതൊക്കെ പോകുന്ന കാണുമ്പോൾ നമുക്കറിയാം നാളെ നമ്മളെയും പറഞ്ഞു വിടും. കമ്പനി അന്നേരം മോശം പെർഫോമൻസ് എന്ന ലെറ്ററിൽ അടിക്കത്തുള്ളൂ. അല്ലാതെ നമുക്ക് അവർക്ക് ജോലി ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളെ പറഞ്ഞു വിടുന്നത്, ഒരിക്കലും അവർ അംഗീകരിക്കത്തില്ല. അങ്ങനെ ഇരുന്നപ്പോ എനിക്കൊന്ന് മസ്കറ്റിൽ പോകണമെന്ന് ആഗ്രഹം തോന്നി. ഞാനൊരു കമ്പനിയിലേക്ക് ബയോഡേറ്റ അയച്ചു. എന്തോ കർത്താവിന്റെ കൃപയാൽ അവിടെ അപ്പൊ ആളെ ആവശ്യമുള്ള സമയമായിരുന്നു. അവരെന്നെ അങ്ങ് വിളിച്ചു. ഫാമിലി സ്റ്റാറ്റസോടുകൂടി അവരെന്നെ അങ്ങ് വിളിച്ചു. ഞാന് പോയി 1 മാസം കഴിഞ്ഞപ്പോൾ എന്റെ കുടുംബം അങ്ങ് വന്നു. 2 വർഷം ഞങ്ങൾ സുഖമായിട്ട് അവിടെ ജോലി ചെയ്ത് പോയി. അപ്പോഴും ഞാനൊരു തീവ്ര ഹിന്ദു ഭക്തനാണ്. എന്റെ വൈഫ് കത്തോലിക്ക ബാക്ക്ഗ്രൗണ്ടിൽ ജനിച്ചു വളർന്ന ആളാണ്. അപ്പോൾ ഞാനിപ്പം മദ്യപിക്കുന്ന ആളും കൂട്ടുകൂടലൊക്കെ ഉള്ള ആളായതുകൊണ്ട് ഞാൻ ചുമ്മാ വൈഫിനോട് പറഞ്ഞു, നീ വേണേ ഒന്ന് നാട്ടിൽ പോയിട്ട് വാ, അമ്മച്ചിയൊക്കെ ഒന്ന് കണ്ടിട്ട് വാ എന്ന് പറഞ്ഞു. അവള് പറഞ്ഞു എന്നാ ഞാൻ പോവാ. മോടെ വെക്കേഷൻ ആയപ്പോ ആ സമയത്ത് എന്റെ വൈഫ് സ്നാനപ്പെട്ടിട്ടൊക്കെ ആവും. പക്ഷെ എന്നോട് ഇത് പറഞ്ഞു. 4 വയസ്സുള്ളപ്പോ 4-5 വയസ്സുള്ളപ്പോ എന്റെ മോൾ അഭിഷേകം പ്രാപിച്ചത്. അവൾ അന്യഭാഷ എഴുതുമായിരുന്നു. ഇതൊന്നും എനിക്കറിയത്തില്ല. ഞാൻ അന്ന് ഈ വിഭാഗത്തിന് ഒരുപാട് എതിരായി. ഇന്ന് ഒത്തിരി എതിരുള്ള ആൾക്കാരൊക്കെ എന്നെ കേൾക്കും. അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറയുന്നത്. ഞാനും ഒരുപാട് എതിർത്ത ഒരു വ്യക്തിയാണ് പെന്തക്കോസ്ത് സമൂഹത്തെയും യേശുവിനെയും. മറ്റുള്ളവരോടൊന്നും എനിക്ക് യാതൊരു പ്രയാസങ്ങളും ഇല്ല. പക്ഷെ ഈ ഒരു കൂട്ടരോട് എന്തോ ഒരു പ്രത്യേക ഒരു വൈരാഗ്യം ഇവരെ കാണുന്നത്. അപ്പോ അങ്ങനെ ഇവള് പോയി സ്നാനപ്പെട്ടിട്ടൊക്കെ വന്നു. അപ്പൊ സ്വർണം മേടിക്കുന്ന ഒരു പ്രത്യേക ഹോബിയായിരുന്നു എന്റെ വൈഫിന് ദുബായിലൊക്കെ വെച്ച്. ചുമ്മാതിരിക്കുമ്പോൾ നല്ല സാലറിയില്ല കർത്താവ് എല്ലായിടത്തും നടത്തിയത്. അപ്പം ചുമ്മാ സ്വർണ്ണമൊക്കെ വാങ്ങിക്കുമായിരുന്നു. എന്റെ ശരീരത്തിൽ തന്നെ ഒരു 15 പവൻ ഉണ്ടായിരുന്നു. അപ്പൊ ഈ ബോംബെയിലൊക്കെ കണ്ടിട്ടില്ലയോ സിനിമയിലൊക്കെ ഇങ്ങനെ 5 പവന്റെ ഒരു ചെയിനും 4 മോതിരവും 2 മാലയൊക്കെ ഇട്ടാൽ ഞാനൊരു സമയത്ത് നടന്നു. എന്റെ 10 വയസ്സുള്ള കൊച്ചിന് ഉണ്ടായിരുന്നു 15 പവനോളം. അപ്പൊ ഈ സ്വർണം എന്നും ഒരു പിന്നെ വില പോവാത്ത ഒരു വസ്തുവാണെന്ന് എന്റെ പിതാവ് പറഞ്ഞ് എന്റെ തലയിൽ കിടന്നു. ഇത് ഇന്ന് 10 രൂപയ്ക്ക് വാങ്ങിച്ചാൽ നാളെ ഇതിന് 20 രൂപ വില. അപ്പൊ ബാങ്കിൽ ഇടുന്നതിനെക്കാട്ടിൽ മൂല്യം കൂടുതലാണ്. അപ്പം വൈഫ് എപ്പോ പറഞ്ഞാലും ഞാൻ വാങ്ങിച്ചു കൊടുക്കുക. അങ്ങനെ വൈഫിന് 10-40 പവനായി, കൊച്ചിനുമായി, കുറെ സ്വർണമായി. അപ്പോ തിരിച്ച് ഈ ബന്ധുക്കോസിൽ പോയി കഴിഞ്ഞപ്പോ വൈഫ് ഇതൊന്നും ഉപയോഗിക്കുന്നില്ല. എന്നോട് ഞാൻ ചോദിച്ചു, നായർക്ക് താലിമാല ഇട്ടില്ലെങ്കിൽ പിന്നെ നായർ ചത്തതിന് തുല്യമാണ് നായന്മാരെ അത് വെച്ച. അപ്പൊ ഞാൻ ചോദിച്ചു, നീ ഇതെന്താ ഇടാത്തെ? അത് എനിക്ക് കഴുത്തിന് അലർജിയാ മാല ഇടുന്നത്. സത്യം ഇതാണ്, ബന്ധുക്കോസിൽ പോയി സ്നാനപ്പെട്ടോണ്ട് സഹോദരിക്ക് ഇടാൻ പറ്റുന്നില്ല. ഇന്നത്തെ കാലമല്ല, ഇന്നത്തെ കാലത്ത് ബന്ധുക്കോസാരെ തിരിച്ചറിയാൻ വലിയ പാടാ. മറ്റു ജാതികൾ ഇടുന്നതിനെക്കാട്ടി കൂടുതൽ ഇവരായിടുന്നു. പക്ഷെ കൃപയാൽ എന്റെ വൈഫ് അന്ന് എന്നോട് പറഞ്ഞു, ഞാൻ സ്നാനപ്പെട്ടു എന്ന്. സ്നാനപ്പെട്ടു എന്ന് കേട്ടത് എന്റെ സ്വഭാവമൊക്കെ അങ്ങ് മാറി. ഞാൻ വേറൊരാളാണ്. ഞാൻ ചോദിച്ചു, ആരോട് ചോദിച്ചിട്ട്? അത് നാട്ടിൽ ചെന്നപ്പോ എന്റെ മൂത്ത ചേച്ചി സ്നാനപ്പെട്ടു. ചേച്ചി സത്യം ഒക്കെ എന്നോട് സംസാരിച്ചു. ഇതാ ഇതാണ് സത്യമാർഗം, അല്ലാതെ നമ്മൾ ഈ പോകുന്ന വഴിയല്ല. നമ്മൾ ഒത്തിരി ബന്ധുക്കോസുകാരെ കളിയൊക്കെ ആക്കിയിട്ടുണ്ട്, പക്ഷെ സ്നാനപ്പെടാതെ ആരും സ്വർഗത്തിൽ പോകത്തില്ല. ഞാൻ പറഞ്ഞു, നിന്നെ ഞാൻ കല്യാണം കഴിക്കും, നീ ഒരു കത്തോലിക്കക്കാരിയായിരുന്നു. ആ രീതിയിൽ നീ നടക്കാന്നുണ്ടെങ്കിൽ നമ്മൾ തുടർന്ന് പോകത്തുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ ഇവിടെ വെച്ച് പിരിവെന്നു.
എന്നാലും സഹോദരി ഒന്നും മിണ്ടിയില്ല. ഞാൻ എന്തൊക്കെ പറഞ്ഞു മൗനമായിട്ടിരുന്ന് കേട്ടതല്ലാതെ ഒരക്ഷരവും എന്നോട് പറഞ്ഞില്ല. മോളാണെ വളരെ പേടിച്ച് നിൽക്കുക, അച്ഛ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അറിയില്ല. എന്നിട്ട് ഞാൻ ബ്രദറിലോയെ വിളിച്ചിട്ട് പറഞ്ഞു, പെങ്ങളെ അങ്ങ് തിരിച്ചേൽപ്പിക്കുക. ഞാൻ എങ്ങനെയായിരുന്നു കല്യാണം കഴിച്ചപ്പോ ആയിരുന്നോ ആ രീതിയിൽ നടക്കാമെന്നുണ്ടെങ്കിൽ എനിക്ക് മതി. അദ്ദേഹവും ഒരു അക്ഷരവും മിണ്ടുന്നില്ല. അദ്ദേഹം അപ്പോഴൊരു പാസ്റ്ററായി. അല്ല, അദ്ദേഹം വിശ്വാസി വന്നു, ഇന്ന് അദ്ദേഹം ഒരു പാസ്റ്റർ. അപ്പോ ആരും എന്നോടൊന്നും മറിച്ച് പറയുന്നില്ല. അപ്പൊ മറിച്ച് പറയാത്തതുകൊണ്ട് എനിക്ക് കൂടുതൽ ഇവരോട് ഇതാകാനും പറ്റുന്നില്ല. അപ്പുറത്തുനിന്ന് ഒരു പ്രതികരണം വന്നല്ലേ ഇവിടുന്ന് കൂടുതൽ അങ്ങോട്ട് പറയാൻ പറ്റും. പിന്നെ ഞാൻ അങ്ങ് സൈലന്റ് ആയി. കാര്യങ്ങളൊക്കെ അങ്ങനെ പോയി. വൈഫ് പിന്നെ ഇടയ്ക്ക് മാല ഇടും, ഇടയ്ക്ക് മാറ്റി വെക്കും. പിന്നെ ഞാനത് ശ്രദ്ധിക്കാറായി. ഇടുന്നെങ്കിൽ ഇടട്ടെ, ഇതിലേ ഇട്ട ഞാൻ പറഞ്ഞു വേണേ വിറ്റേക്കാന്ന് ഓർത്ത് വേണ്ട, അതൊന്നും പറഞ്ഞില്ല. എനിവേ അങ്ങനെ പോട്ടെ. ഞാൻ ഒരിക്കലും ഇങ്ങനെ ഒരു വിശ്വാസി വരുമെന്ന് പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പൊ ആ എന്തായാലും ആട്ടെ എന്ന് വിചാരിച്ചു. ഞാൻ പറഞ്ഞു എങ്ങനായിരുന്നു ഞാൻ കല്യാണം കഴിച്ചപ്പോൾ അതുപോലെ നീ തുടർന്ന് പൊക്കോണം, എന്റെ കൂടെ താമസിക്കണം, ഇല്ലെങ്കിൽ നീ നിന്റെ വഴി നോക്കി പൊക്കോണമെന്ന് പറഞ്ഞു. അവള് അന്നേരം മനസ്സില്ല മനസ്സോടെ അത് ഇടയ്ക്ക് ഇടും, എന്നെ ഒന്ന് തൃപ്തിപ്പെടുത്താൻ, അല്ലാത്തപ്പോ മാറ്റി, അങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷൻ. അവൾ എന്നിട്ട് എന്തോ ഒരു പ്രേയറിന് പോയപ്പോൾ, ഞാൻ ഇല്ലാത്ത ഒരു സമയത്ത് എവിടെയോ ഒരു പ്രേയറിന് പോയപ്പോൾ ആരോ ദൈവദാസൻ പറഞ്ഞു, ഹസ്ബൻഡ് വിശ്വാസത്തിൽ വരും, ഒരു അസുഖത്തിൽ കൂടെ വരത്തുള്ളൂ. അന്ന് ഈ പറഞ്ഞ ആരാന്നൊക്കെ അറിയാമെങ്കിൽ ആ പുള്ളിയെ തേടി പിടിച്ചു പോയിട്ട് ഞാൻ ചോദിക്കും, ഇയാളോട് ആരാടോ പറഞ്ഞു ഞാൻ വിശ്വാസത്തിൽ വരും, എനിക്ക് അസുഖം വരും. പക്ഷെ ആ ദൈവാത്മാവ് സംസാരിച്ചതുപോലെ തന്നെ 2012 ഒക്ടോബർ മാസം, 2011 ഞാൻ ഗൾഫൊക്കെ നിർത്തി ബോംബെ വന്നിട്ട് ബോംബെ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നല്ല ഒരു കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. ഒരു ഓവർ ടൈം സാലറിയും വരും, അല്ലാതെ ഒരു സാലറിയും വരും. 2 സാലറി ഒരു മാസം വരും. അങ്ങനെ വരുമ്പോൾ പിന്നെ ഗൾഫിനെ കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല. വളരെ ലാവിഷായിട്ട് തന്നെ ഗൾഫിൽ ജീവിച്ചതിനെക്കാട്ടിൽ ആഷ് പോഷായിട്ട് ബോംബെയിൽ ഇങ്ങനെ ജീവിച്ചു പോവാം. അപ്പോഴും ഒരു 15 പവൻ ദേഹത്ത് കിടപ്പുണ്ട്. നടക്കുമ്പോ സത്യം പറയാം, ഇന്ന് അതൊക്കെ ഓർക്കുമ്പോ അങ്ങ് ലജ്ജ തോന്നുക. ഈ കാള നടക്കുമ്പോ കിലുങ്ങുന്ന പോലെ മാലയുടെ അറ്റത്ത് 4-5 പിശാചുക്കൾ ഉണ്ടായിരുന്നു. ഇതെല്ലാം തൂക്കിട്ട് ലോക്കറ്റിന്റെ കാര്യമാണ് പറയുന്നത്. ഇതെല്ലാം ഇട്ടോണ്ടാ നടന്നു. സത്യം പറയാം, ഇന്ന് അതൊക്കെ ഓർക്കുമ്പോൾ ഭയങ്കര ലജ്ജ തോന്നും. ഞാൻ എന്ത് കിട്ടിയ. പക്ഷെ അത് അന്നും കർത്താവിനറിയാൻ ഇവർ ഇന്ന ദിവസം ഇത്രാം തീയതി എന്നെ വിശ്വാസ സ്നാനം ഏൽക്കുമെന്നുള്ളത്. ഇവൻ പോകുന്നിടം വരെ പോട്ടെന്നുള്ളത് അപ്പായും കരുതി. അതുകൊണ്ട് ഒക്ടോബർ മാസം, ഡേറ്റ് ഓർമ്മയില്ല, രാവിലെ ജോലിക്ക് പോയി വെളുപ്പിന് 6:30 ആകുമ്പോൾ പോകുന്ന ഞാൻ ഉച്ചയ്ക്ക് ഒരു 3:30 ആയപ്പോൾ ഒരു ഭയങ്കര തലവേദനയായിട്ട് എന്റെ ഭവനത്തിലേക്ക് മടങ്ങി. ഭവനത്തിൽ എങ്ങനെ എത്തിച്ചേർന്നൊന്നും ഒരു പിടിയില്ല. അവിടുത്തെ ബോംബെയിൽ പോയിട്ടുള്ളവർക്കറിയാം, അവിടുത്തെ ലോക്കൽ ട്രെയിനിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചാൽ അവിടെ ഉള്ളവർക്ക് അതൊന്നും നോക്കാനൊന്നും സമയമില്ല. അവരെല്ലാം തിരക്കുള്ള ലൈഫാണ്. അവിടെ അങ്ങനെ ആരെങ്കിലും കിടന്നാൽ വല്ല റെയിൽവേ ഉദ്യോഗസ്ഥരോ പോലീസുകാരോ കണ്ട എടുത്ത് പോലീസ് സ്റ്റേഷനിലോ വല്ലതും കൊടുക്കും. അല്ലാതൊന്നും അവിടെ ആരും ശ്രദ്ധിക്കത്തില്ല. ഞാൻ ആ ഓഫീസിൽ നിന്ന് ഇറങ്ങി, എനിക്ക് ഇപ്പോഴും നല്ല ഓർമ്മ, ഒരു സൈഡിൽ കൂടെ നടന്നാൽ ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങേ സൈഡിൽ. അപ്പൊ എനിക്ക് ഇപ്പൊ പേടിയായി ഉള്ളിൽ. ഞാൻ മദ്യപിച്ചിട്ടില്ല, പിന്നെന്താ ഞാൻ ഈ വേച്ച് പോകും. അപ്പൊ എന്റെ തലയുടെ കംപ്ലീറ്റ് കൺട്രോൾ ആക്കി. ഞാൻ വളരെ ശ്രദ്ധിച്ചിരിക്കുക. ഒരു 1.25 മണിക്കൂർ യാത്ര ചെയ്തെങ്കിൽ ഞാൻ എന്റെ ഭവനത്തിലെത്താ, പിന്നെ റെയിൽവേ സ്റ്റേഷനിലെത്തും. ഉള്ളിൽ ഒരു ഭയം ഉണ്ടായി, എനിക്ക് എന്തോ സംഭവിക്കുവാണല്ലോ. എനിവേ ഞാൻ അങ്ങനെ അന്ന് വിളിക്കുന്ന ദൈവമേ എന്ന് വിളിച്ച് ഞാൻ അങ്ങനെ പോയി. ഇപ്പോഴും 11 വർഷം കഴിഞ്ഞ് ഇത് 12ാമത്തെ വർഷത്തിലോട്ട് കയറി ഓടിക്കൊണ്ടിരിക്കുക. ഈ കഴിഞ്ഞ 11 വർഷം ആയിട്ടും മറക്കാത്ത ഒരു കാര്യം, ഞാൻ ആ ഒരു 3:30 സമയത്ത് എന്റെ വൈഫ് ഒരു ഉച്ചമയക്കത്തിൽ എന്റെ വീടിന്റെ ബെല്ലടിച്ചത് എനിക്ക് ഇപ്പോഴും ഓർമ്മ. അപ്പൊ ഞാൻ ഓർത്തു, ആ വീട്ടിലെത്തിയല്ലോ. പക്ഷെ വീട്ടിൽ കയറി കഴിഞ്ഞ് അവിടെ എന്താ നടന്നതെന്നൊന്നും എനിക്ക് ഒരു നിശ്ചയമില്ല. ഞാൻ അതുവരെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ബാത്റൂം എവിടാന്ന് പോലും എനിക്ക് അറിയത്തില്ല. ഞാൻ ഒരു ബന്ധമില്ലാത്ത രീതിയിൽ സംസാരിക്കാം. അപ്പൊ എന്റെ വൈഫ് നോക്കിയിട്ട് ഞാൻ മദ്യപിച്ചിട്ടൊന്നുമില്ല. മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ അവള് ഡോറ് തുറക്കുമ്പോഴേ അവൾക്ക് അറിയാം ഞാൻ മദ്യപിച്ചിട്ടുണ്ട്. മദ്യപിച്ചിട്ടില്ല. പിന്നെ ഇദ്ദേഹത്തിന് എന്നാ പറ്റിയ, രാവിലെ ഒരു കുഴപ്പമില്ലാതെ ഇവിടുന്ന് പോയ ആളാണ്. അപ്പോൾ അപ്പൊ അവൾക്ക് ഓർമ്മ വന്നു, ഒരു ദേവദാസൻ അവളോട് ഒരു ദൂത് പറഞ്ഞു, ഇദ്ദേഹം ഒരു അസുഖത്തിൽ കൂടെ വരത്തുള്ളൂ എന്ന്. ഇനി അത് വല്ലതും ആണെന്ന് വെച്ചിട്ട് ഇവള് ബ്രദറിലോയെ വിളിച്ച് പറഞ്ഞു, ഇവിടെ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു, എന്ത് ചെയ്യണോ? അതിനു മുമ്പ് അവിടെ ഒരു ഡോക്ടറുണ്ട്. അന്ന് ഈ 11 കൊല്ലം മുമ്പ് അദ്ദേഹത്തെ ഒന്ന് കാണണമെങ്കിൽ 1500 രൂപ കൊടുക്കണം ആ ഡോക്ടർ. മലയാളി ഡോക്ടറാണ്.
നല്ല മിടുക്കൻ ഡോക്ടർ. അയാൾ ഒരു മരുന്ന് എഴുതിയാൽ അതോടുകൂടി ആ അസുഖം. അദ്ദേഹത്തെ കാണാനും വലിയ പാട്. അവിടുത്തെ വേറെ മലയാളി സമാജത്തിലെ ആളിനെ ഒക്കെ കൂട്ടി അദ്ദേഹത്തിന്റെ സ്പെഷ്യലായിട്ടൊരു പെർമിഷൻ എടുത്തിട്ട് അവിടെ പോയി കണ്ടു. കണ്ടപ്പോ അദ്ദേഹം പറഞ്ഞു, ഉറക്കക്കുറവിന്റെയാ, വേറെ രോഗമൊന്നും ഞാൻ കാണുന്നില്ല. ഞാൻ ഉറങ്ങാൻ ഒരു മരുന്ന് എഴുതാം, അത് കഴിച്ച് ഉറങ്ങിക്കഴിയുമ്പോൾ ചിലപ്പോൾ എല്ലാം നോർമൽ ആവും. ഞാൻ ആ ഉറങ്ങാനുള്ള മരുന്ന് കഴിച്ചിട്ട് ഞാൻ ഉറങ്ങുന്നില്ല. ഞാൻ ഇങ്ങനെ ഒരു ഭ്രാന്തനെ പോലെ അവിടെ ആടാണ്ട് നിൽക്കുന്നു, എന്നിട്ട് ഇവിടെ ആരോ നിൽക്കുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ആകെ ഒരു അസ്വസ്ഥത ഉണ്ടാക്കി വീട്ടിൽ. അപ്പൊ ഈ ബ്രദറിലോ പറഞ്ഞു, ഒരു കാര്യം ചെയ്ത് നീ എങ്ങനെയും ഇങ്ങ് കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പൊ ഇവരെ ഗൾഫിലൊക്കെ ഞാൻ കൊണ്ടുപോയിട്ടുള്ളത് കൊണ്ട് രോഗിയെ ഫ്ലൈറ്റിൽ കയറ്റണമെങ്കിൽ ഡോക്ടർ സർട്ടിഫിക്കറ്റ്, അല്ലെ പിന്നെ എന്തെങ്കിലും കള്ളത്തരം പറഞ്ഞ ഞാൻ നടക്കത്തില്ല. എന്റെ കൈക്ക് പിടിച്ച് വലിച്ച പെയ്യെ ഞാൻ നടന്ന് അവരൊപ്പം എത്തും. തല വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ നമ്മളെ കൊണ്ട് ഇരിക്കുന്നിടത്തുനിന്ന് എഴുന്നേക്കാൻ പോലും പറ്റത്തില്ല. തലേന്ന് ആ കമാൻഡ് വന്നെങ്കിലേ നമുക്ക് എഴുന്നേക്കാൻ പറ്റും. നമുക്കൊന്ന് പിടിച്ചെഴുന്നേക്കണേ തല വർക്ക് ചെയ്യണം, നമുക്കൊന്ന് സംസാരിക്കണേ തല വർക്ക് ചെയ്യണം, ഈവൻ നമുക്കൊന്ന് ചവയ്ക്കണമെങ്കിൽ പോലും തല വർക്ക് ചെയ്യണം. തലയുടെ കംപ്ലീറ്റ് ഇതങ്ങ് ഓഫ് ആയി, തല വർക്ക് ചെയ്യുന്നില്ല. മുമ്പോട്ട് നടക്കണമെന്നുള്ളിൽ ആഗ്രഹമുണ്ട്, പക്ഷെ കാലെടുത്ത് വെക്കാൻ അറിയത്തില്ല. ആ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കി. അപ്പൊ ഞാൻ എന്റെ വൈഫിനോട് പറയും, നീ എന്റെ കയ്യെ പിടിച്ച് വലിക്കാൻ. അപ്പൊ അവള് കയ്യെ പിടിച്ച് വലിക്കുമ്പോൾ ഞാൻ അതിനൊപ്പം എന്റെ കാല് പെയ്യെ മുമ്പോട്ട് നീങ്ങും. അങ്ങനെ ആയിരുന്നു. ഡോക്ടറെ കണ്ടേച്ച് ഞാൻ എന്റെ വീട്ടിൽ കയറിപ്പോയി. പിറ്റേന്ന് രാവിലെ പിന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ് ഒക്കെ വീട്ടിൽ ഇരുന്ന് ഓൺലൈനിൽ സുഹൃത്തുക്കളൊക്കെ വന്ന് എടുത്ത് അവിടുന്ന് ഒരു ടാക്സി ബുക്ക് ചെയ്ത് എയർപോർട്ടിൽ വന്നു. എയർപോർട്ടിൽ വന്നിട്ടും ഫ്ലൈറ്റിനകത്ത് അതിനകത്തൂടെ പോകണ്ടേ. അപ്പൊ എന്നെ വീൽ ചെയറിൽ ഇരുത്തി, എനിക്ക് കാലിന് വേദനയാണ് കള്ളത്തരം പറഞ്ഞ് ഡോക്ടർ മരുന്ന് എഴുതി. അപ്പോഴും ഞാൻ ഇങ്ങനെ തല ചായച്ചിട്ട് ഇരിക്കത്തുള്ളൂ, ആരോടും ഒന്നും സംസാരിക്കത്തില്ല. എന്തേലും വൈഫ് ചോദിച്ചാൽ മാത്രം അതിന് മറുപടി പറയും. അങ്ങനത്തെ ഒരു കണ്ടീഷനാണ്. അങ്ങനെ ആണ് ഫ്ലൈറ്റിൽ നിന്ന് തന്നെ നെടുമ്പാശ്ശേരിയിൽ എത്തിച്ചു. അപ്പൊ ഫ്ലൈറ്റിൽ ഇടയ്ക്ക് സ്നാക്സ് വരും. അപ്പൊ ഈ സ്നാക്സ് എന്റെ വായി വെച്ചിട്ട് വായിലിരിക്കുക, ഒന്ന് ചവയ്ക്കണമെങ്കിലും തല വർക്ക് ചെയ്യും. അപ്പൊ എന്റെ മോൾ അന്ന് 4ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അപ്പൊ അവൾ ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. അവള് പറഞ്ഞു, അമ്മയെ അച്ഛൻ ചവയ്ക്കുന്നില്ല, അങ്ങ് എടുത്തോ, അല്ലെങ്കിൽ തൊണ്ടയിലെങ്ങാനും പോയെങ്കിലോ എന്ന് വെച്ച് അങ്ങനെ അവരതിന്റെ വായിൽ നിന്ന് അങ്ങ് എടുക്കുക. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എന്റെ ട്രീറ്റ്മെന്റ് എല്ലാം കഴിഞ്ഞ് 3 മാസത്തിന് ശേഷം വീണ്ടും എന്റെ ബോംബെയിലെ ഭവനത്തിൽ വന്നിരുന്ന ശേഷം എനിക്ക് എന്നാ പറ്റിയെന്ന് ഞാൻ എന്റെ വൈഫിനോട് ചോദിച്ചപ്പോൾ അവള് പറഞ്ഞു തന്ന കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. അല്ലാതെ ഈ സംഭവിച്ചതൊന്നും എനിക്ക് ഓർമ്മയില്ല. ഞാൻ വേറൊരു അവസ്ഥയിൽ ചെയ്ത കാര്യങ്ങളായിരുന്നു. അങ്ങനെ ഫ്ലൈറ്റിൽ എന്നെ നാട്ടിലെത്തിച്ചു. നാട്ടിലാണെന്നൊന്നും എനിക്കറിയത്തില്ല. ആദ്യം എന്നെ അവിടെ കർത്താവ് വലിയൊരു പ്രവൃത്തി ചെയ്തു. ഇടയ്ക്കൊന്ന് പറഞ്ഞോട്ടെ, ഞാൻ മസ്കറ്റിലായിരുന്ന സമയത്ത് എന്റെ വൈഫിന്റെ സഹോദരിയുടെ കല്യാണത്തിന് ഞാൻ നാട്ടിൽ പോയായിരുന്നു. ഞാൻ നാട്ടിൽ പോയപ്പോഴും അവിടെ ഒരു ദൈവദാസൻ എന്നെ വേണ്ട പറഞ്ഞു, പ്രസാദ് ബ്രദറെ, ഇങ്ങനൊന്നും ആയാൻ പറ്റില്ലല്ലോ, സ്നാനപ്പെടുന്ന കാര്യമൊക്കെ അദ്ദേഹം പറഞ്ഞു വരുന്നത്. ഞാൻ പറഞ്ഞു, പാസ്റ്ററെ, ഞാൻ വലിയ ക്ഷേത്രമൊക്കെ ഉള്ള ഈ കുടുംബത്തിൽ ജനിച്ചു വളർന്ന ആളാ, ഇനിയിപ്പൊ ബെത്തിക്കോസിലോട്ടുകൂടെ ചേർന്നെങ്കിലേ രക്ഷപ്പെടത്തുള്ളൂ എന്നാണോ പാസ്റ്റർ പറഞ്ഞു വരുന്നത്? എന്നെ അതിനൊന്നും കിട്ടത്തില്ല. ക്രിസ്ത്യാനി പെണ്ണെ കല്യാണം കഴിച്ചത് അവളെ എനിക്ക് ഇഷ്ടമായിരുന്നുകൊണ്ട് ഞാൻ കല്യാണം കഴിച്ചത്. അതിന്റെ കൂടി ഇനിയിപ്പോ ബെന്തിക്കോസിൽ കൂടെ ചേരണം എന്ന് പറഞ്ഞ വലിയ ബുദ്ധിമുട്ടാ പാസ്റ്റർ, വേറെ ആരെങ്കിലും നോക്കാൻ, എന്നെ കിട്ടത്തില്ലെന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. അന്ന് ഞാൻ ആ ചെല്ലുന്ന ദിവസം ആ പാസ്റ്റർ ചർച്ചിൽ, അത് AG ചർച്ചാണ്, നെട്ടൂർ എന്ന് പറയുന്ന സ്ഥലം. എറണാകുളത്ത് നിന്ന് ചേർത്തലയ്ക്ക് പോകുന്ന വഴിക്കുള്ള സ്ഥലമാണ് നെട്ടൂർ. നെട്ടൂര് AG ചർച്ചിലാണ് എന്റെ വൈഫിന്റെ ചേച്ചിയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടുത്തെ പാസ്റ്ററായിരുന്നു അദ്ദേഹം. അപ്പൊ അദ്ദേഹം ഇത് പറഞ്ഞു, ഞാൻ കിട്ടത്തില്ല, ഞാൻ അങ്ങനെ മോശമായിട്ട് പെരുമാറുന്ന കണ്ടപ്പോൾ പാസ്റ്റർ അങ്ങ് ഒഴിഞ്ഞു പോയി. പാസ്റ്ററോട് എല്ലാരും പറഞ്ഞത് ഇപ്പൊ പറയാൻ പോകണ്ട. അന്നേരം ഞാൻ മദ്യപിച്ചിട്ട് നിൽക്കുക. ആ അങ്ങനെ പാസ്റ്റർ പറഞ്ഞങ്ങ് പോയി. അപ്പൊ എന്നെ ഈ അന്ന് ഞാൻ വരുന്ന സുഖമില്ലാതെ വന്ന് ഇറങ്ങുന്ന ദിവസം, അന്ന് ഈ കോട്ടേജ് മീറ്റിംഗ് വെക്കുമല്ലോ ഭവനങ്ങളിൽ, ഭവന പ്രാർത്ഥന. ഭവന പ്രാർത്ഥനയ്ക്ക് അന്ന് പാസ്റ്റർ വീട്ടിലായിരുന്നു ഭവന പ്രാർത്ഥന കേന്ദ്രീകരിച്ചു. വൈകുന്നേരം ആയപ്പോ ദൈവാത്മാവ് പാസ്റ്ററോട് ഇടപെട്ടു, ഭവന പ്രാർത്ഥന ഇവിടെ വേണ്ട, എന്റെ വൈഫിന്റെ ചേച്ചിയുടെ വീട്ടിലേക്ക് മാറ്റി. അപ്പൊ ചേച്ചിക്ക് ഒരു മോളേ ഉള്ളൂ. അപ്പം ചേച്ചിയെ വിളിച്ചിട്ട് പാസ്റ്റർ പറഞ്ഞു, സിസ്റ്റർ ഇന്ന് മീറ്റിംഗ് അവിടെ. അപ്പൊ ചേച്ചി ആകെ ടെൻഷനായി, കാരണം ഈ വരുന്നവർക്ക് എന്തെങ്കിലും സ്നാക്സും ചായയും കൊടുക്കണമല്ലോ. അപ്പം ചേച്ചി പറഞ്ഞു, അയ്യോ പാസ്റ്റർ, ഇവിടെ ഒന്നും വേണ്ട, എല്ലാമായിട്ടാ ഞാൻ വരുന്നേ, ഹാൾ ഒന്ന് വൃത്തിയാക്കിയിട്ടാ മതി. ഓക്കെ എന്ന് പറഞ്ഞു. അപ്പൊ പാസ്റ്റർക്ക് അറിയത്തില്ല ഞാൻ വരുന്നുണ്ടെന്ന്. എന്റെ അവസ്ഥ ആർക്കും അറിയത്തുമില്ല. വരുന്നുണ്ടെന്ന് ചേച്ചിക്ക് അറിയാമെങ്കിലും ഈ കണ്ടീഷനാണെന്നൊന്നും ആർക്കും അറിയത്തില്ല.
വന്നിട്ട് താഴെ ടാക്സിയിൽ അവിടെ ഇറങ്ങിയിരിക്കുക. മേലോട്ട് കയറാനൊന്നും പറ്റത്തില്ല. സ്റ്റെയർ കേസ് കയറി സെക്കൻഡ് ഫ്ലോറിൽ ചെല്ലണം. അപ്പൊ ഈ ഭവന പ്രാർത്ഥന അങ്ങോട്ട് വെച്ചപ്പോൾ കുറെ സഹോദരന്മാര് അവിടെ ആയി. അപ്പൊ ഈ ചേച്ചിയും മോളും തന്നെ ഉള്ളിടത്ത് ഞാൻ വന്നു കഴിഞ്ഞാൽ ഞാൻ താഴെ ഇരിക്കത്തേ ഉള്ളൂ, ഞാൻ മേളിൽ എങ്ങനെ പോകും? ഈ ഭവന പ്രാർത്ഥന കർത്താവ് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തപ്പോൾ അവിടെ ഇഷ്ടംപോലെ ആളായി. അവരിൽ രണ്ടുപേര് എന്നെ ഒരു ചെയറിലിരുത്തി പൊക്കിയെടുത്ത് മേളിൽ കൊണ്ടുവച്ച് പ്രാർത്ഥിച്ചു. അപ്പൊ ഞാൻ എങ്ങാണ്ട് കണ്ണ് തുറന്ന് നോക്കി എന്റെ വൈഫ് പറയും. അതിനുശേഷം പിറ്റേ ദിവസം രാവിലെ എന്നെ ലക്ഷർ ഹോസ്പിറ്റലിൽ കാണിച്ചു. തൊട്ടടുത്താണ് ലക്ഷർ ഹോസ്പിറ്റൽ. അപ്പം ഈ ലക്ഷർ ഹോസ്പിറ്റലിലെ ഡോക്ടർ പരിശോധിച്ചിട്ട് എന്റെ രോഗം എന്താണെന്നൊന്നും അവർ പിടികിട്ടിയില്ല. അവര് 2 ദിവസം എന്നെ അവിടെ കിടത്തി. അപ്പോഴും അവർക്ക് ബ്രെയിനകത്ത് വെള്ളം കെട്ടിയിട്ടുണ്ട്, പിന്നെ സിസ്റ്റ് ഉണ്ടെന്ന് പറയുന്നു. അവർക്ക് സിസ്റ്റ് റിമൂവ് ചെയ്യാൻ അവർക്ക് പേടിയാണ്. അപ്പൊ എനിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള ഒരു സംശയമുണ്ട് അവർ. അപ്പൊ അവര് വൈഫിനോട് പറഞ്ഞു, വെള്ളം ഞങ്ങൾ മാറ്റാം, സിസ്റ്റ് എടുക്കാൻ. അപ്പൊ അവള് പറയുന്നു, ചെയ്യുമ്പോ നിങ്ങൾ രണ്ടും ചെയ്യണം, പിന്നെ അതൊരു ബുദ്ധിമുട്ടായെങ്കിൽ എന്ത് ചെയ്യുമെന്ന്. അപ്പൊ അവര് പറഞ്ഞു, എങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യും, ലിസി ഹോസ്പിറ്റലിൽ ഒരു ന്യൂറോ സർജൻ ഉണ്ട്, അദ്ദേഹത്തെ കാണിക്കാം. അങ്ങനെ അവിടുന്ന് തന്നെ ആംബുലൻസിൽ എറണാകുളം ലിസി ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയി. എറണാകുളം ലിസി ഹോസ്പിറ്റലിലെ ന്യൂറോ സർജൻ എന്റെ തല ഓപ്പറേഷൻ ചെയ്തു. ഇപ്പോഴും അപ്പ പിടിച്ച പാട് പോയിട്ടില്ല. ഈ മൊട്ടത്തല അന്നിച്ചിവിടെ മുടിയൊക്കെ ഉണ്ടായിരുന്നു, ഇങ്ങനെ എൽ ഷേപ്പിൽ ഇത് ഓപ്പൺ ചെയ്ത് അടുത്ത് നോക്കിയാൽ കാണാം ഇപ്പോഴിപ്പിടി ഇങ്ങനെ ഒരു വെട്ടുണ്ട്. ആ ഈ ഓപ്പറേഷൻ ചെയ്ത് അന്ന് വൈകിട്ട് എനിക്ക് ഫിക്സ് ഉണ്ടായി. അപ്പൊ ഇനിയും പാസ് ചിന്തിച്ചോണം, ഈ നായര് ബൈബിള് പിന്നെ ക്രിസ്ത്യാനികളുടെ ഇരിക്കുന്നതേ കണ്ടിട്ടുണ്ട്, പിന്നെ എന്റെ വൈഫ് വായിക്കുന്ന കണ്ടിട്ടുണ്ട്. ഒരു ദിവസം ഞാൻ ഇതൊന്ന് മറിച്ചു നോക്കി. ഉൽപ്പത്തി എന്ന് പറഞ്ഞൊരു അധ്യായം ഞാനത് കുറച്ച് വായിച്ചെങ്കിൽ കുറെ ഈ ഇങ്ങനെ പാരമ്പര്യം, ഇങ്ങനെ ആൾക്കാർ തലമുറ തലമുറ ഇങ്ങനെ കുറെ പേരുടെ പേര്. അപ്പൊ ഞാൻ ഓർത്ത് ഇതെല്ലാം കൂടെ വായിച്ച് ഇവരെന്താ മനസ്സിലാക്കുന്നത്? ഇന്നയാളെ ജനിപ്പിച്ചു, ഇന്നയാളെ ജനിപ്പിച്ചു, എന്നാൽ ഇതിനകത്ത് പുതിയ നിയമം പഴയ നിയമം അങ്ങനെ ഒന്നും ഉണ്ടെന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ ഓർത്ത് ഇതെന്ത് ഇവർ ഈ വെറുതെ വായിക്കും, ഇതിനകത്ത് ഒരു കാര്യമില്ല. ഞാൻ അതങ്ങ് മടക്കി വെച്ചു. പക്ഷേ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ ഈ 3 ദിവസം വെന്റിലേറ്ററിൽ കിടക്കുമ്പോൾ സ്വർഗവും നരകവും ഉണ്ടെന്ന് പറയുന്നു. ജനം പറയുന്നു സ്വർഗവും നരകവും ഉണ്ടെന്ന്. പക്ഷെ ഈ പറയുന്നവരിൽ തന്നെ എത്ര പേര് ഇത് വിശ്വസിക്കുന്നു? സ്വർഗവും നരകവും ഉണ്ട്, നല്ല പ്രവൃത്തി ചെയ്യുന്നവൻ സ്വർഗത്തിൽ പോകുന്ന ഒരു പറയുന്നു. നമ്മൾ ബന്ധുക്കോസുകാർ പറയുന്നു കർത്താവിന്റെ വചനം അനുസരിക്കുന്നവർ മാത്രമേ സ്വർഗത്തിൽ പോകൂ. സത്യം അതാണ്. കാരണം ഞാൻ മാമോദിസ എടുത്ത ആളാണ്. ഈ മാമോദിസ എടുത്തവരും വാതുക്ക വരെ പോലും അകത്തോട്ട് ചെല്ലണമെങ്കിൽ നെറ്റിക്കൊരു അടയാളം. ഈ സ്നാനപ്പെട്ടവരുടെ എല്ലാം നെറ്റിക്കൊരു അടയാളം. കർത്താവ് നമുക്ക് മാതൃകയായിട്ട് കാണിച്ചു തന്ന സ്നാനം ഏറ്റ ഓരോ വ്യക്തിയുടെയും നെറ്റിക്കടയാളം. വചനത്തെ ഞാൻ വായിച്ചു. നെറ്റിക്കടയാളം ഉള്ളവരെ ഒന്നും തൊട്ടു പോകരുതെന്ന്. എനിക്ക് ഈ റെഫറൻസ് ഒന്നും പറയാൻ എനിക്ക് ഓർമ്മ കിട്ടത്തില്ല, കാരണം ഇപ്പോഴും ഞാൻ മരുന്ന് കഴിക്കുന്നുണ്ട്. അതിനുശേഷം എനിക്ക് 2 പ്രാവശ്യവും ഫിക്സ് വന്നു. കൃപയാൽ ഞാൻ റോഡിലൊന്നും കിടന്നില്ല. എന്റെ അപ്പൻ എന്നെ വീട്ടിൽ കൊണ്ടുപോയതിനു ശേഷമേ എന്നെ പിശാച് തള്ളിയിട്ടു. പിന്നെ ഒരു 2 പ്രാവശ്യം വന്നു, അങ്ങനെ മൊത്തം 3 പ്രാവശ്യം വന്നു. പിന്നെ എനിക്ക് വന്നിട്ടില്ല. പിന്നെ മറ്റുള്ളവരുടെ സമാധാനത്തിന് വേണ്ടി ഞാൻ മരുന്ന് കഴിക്കുന്നുണ്ട്. കാരണം എല്ലാവരും ക്രിസ്ത്യാനിയാണെങ്കിലും എല്ലാവർക്കും ഒരുപോലെ വിശ്വാസം വരണമെന്നില്ലല്ലോ. അപ്പൊ പ്രത്യേകിച്ച് എന്നെ വായിച്ച് എന്റെ വൈഫും പോലും ഞാൻ മരുന്ന് കഴിക്കുന്നുണ്ടോ? ഞാൻ മരുന്ന് കഴിക്കുന്നുണ്ട്. മരുന്ന് കഴിക്കുന്നതിനൊന്നും ഞാൻ എതിർപ്പല്ല, ഞാൻ മരുന്ന് കഴിക്കുന്നതാണ്. അങ്ങനെ ഈ മരുന്നിന് തന്നെ എനിക്ക് മാസം ഒരു 4000 രൂപ എടുത്തു. ഈ മരുന്ന് ഈ 11 വർഷം കഴിച്ച് എനിക്ക് ഷുഗറും കൂടെ. അപ്പോൾ ഒരു മാസം ഈ ഒരു ജോലി ഇല്ലാതിരിക്കുന്ന ഞാന് ഈ മരുന്ന് കഴിക്കാൻ ഇത്രയും പൈസയും 10,550 രൂപ വാടകയും കൊടുത്ത് മോടെ കാര്യങ്ങളും നോക്കി എങ്ങനെ മുമ്പോട്ട് പോകുന്നത്? പലരുടെ ഒരു ക്വസ്റ്റ്യൻ ആയി ഇപ്പോഴത്തെ. എന്നോട് പലരും ചോദിക്കുന്നു, ഈ ഇത്രയും പൈസ, പിന്നെ ബോംബെയിൽ ഉണ്ടായിരുന്ന ഫ്ലാറ്റ് ഞാൻ കഴിഞ്ഞിടയ്ക്ക് എല്ലാം കർത്താവാ പാസ്റ്റർ ചെയ്യുന്നത്. ഈ അപ്പായെ അറിഞ്ഞതിന് ശേഷം ഓരോ ചെറിയ കാര്യങ്ങൾ പോലും അപ്പായോട് ചോദിക്കും. അപ്പായുടെ ഇഷ്ടമാണെങ്കിലേ നടക്കാവൂ, അല്ലേ നടത്തരുതേ എന്ന് പ്രാർത്ഥിക്കും. ഈവൻ ഒരു കാര്യം നമ്മൾ പല വിഷയങ്ങൾ വെച്ച് പ്രാർത്ഥിക്കും. അപ്പം ഒരു പക്ഷേ നമ്മുടെ ഇഷ്ടമായിരിക്കത്തില്ല കർത്താവിന്റെ ഇഷ്ടം. അപ്പം അപ്പയ്ക്ക് ഇഷ്ടമാണെങ്കിലേ ഞാൻ അപ്പാന്ന് വിളിച്ച് മാത്രമേ പ്രാർത്ഥിക്കത്തുള്ളൂ, സംസാരിക്കത്തുള്ളൂ.
അത് എന്റെ സഭയിലെ പാസ്റ്റർ പറയും, ദേവപ്രസാദ് സ്റ്റേജിൽ കയറി എനിക്കൊരു അപ്പനുണ്ട് കേട്ടോ എന്ന് പറയുമ്പോൾ തന്നെ അകത്തുനിന്ന് ഒരു മിന്നലാണ് കഴിഞ്ഞ സഭായോഗത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്. ഇത്രയൊക്കെ ഇത് ആൾക്കാരിൽ തീർന്നുണ്ടെന്നുള്ളത് എനിക്ക് അദ്ദേഹം പറഞ്ഞപ്പോഴാണ് ബോധ്യമായി. കാരണം ഞാൻ എന്റെ അനുഭവം വെച്ചിട്ടാണ് പറയുന്നത്. എനിക്കൊരു അപ്പനുണ്ട്. കാരണം ഞാൻ ഈ അപ്പ എന്ന് പറയുന്നത്, ഞാൻ 2007 ലാസ്റ്റ് ഞാൻ ജനിച്ചു വളർന്ന വീട്ടിൽ പോകും. ആ ഭാഗം ഞാൻ ഇടയ്ക്ക് വിട്ടുപോയി. 2017 ഞാൻ ലാസ്റ്റ് എന്റെ കുടുംബത്തിൽ പോകും. അപ്പൊ എന്റെ മദറിന് ബ്ലഡ് ക്യാൻസർ. അപ്പൊ ഞാൻ ദുബായിൽ പോയി കുടുംബമൊക്കെ ആയിട്ടൊന്ന് സെറ്റിലായി വരുന്ന സമയത്ത് അമ്മയ്ക്ക് അസുഖം. അപ്പം ഈ ബിസിനസ്സുകാരാ, അപ്പം അമ്മയെ നോക്കണമെങ്കിൽ കട അടച്ചിട്ടിട്ട് അമ്മ അടുക്ക പോയിരിക്കണമെന്ന് ജ്യേഷ്ഠൻ പറയുന്നു. അപ്പന് പ്രായമായതുകൊണ്ട് അപ്പൻ വീട്ടിലിരിക്കുക. അപ്പൊ അവര് നോക്കുമ്പോ ക്രിസ്ത്യാനി പെണ്ണെ കെട്ടുകയും ചെയ്തിട്ട് ഇവന് കുടുംബമായിട്ട് അങ്ങ് ഗൾഫിലുമായി. ഇവന് ഭയങ്കര പൈസയാ. അപ്പൊ പിന്നെ നീ പൈസ അയച്ചു തരണമെന്ന് ഒരു ഡിമാൻഡ് വെച്ചു എന്റെ ജ്യേഷ്ഠൻ. അപ്പം ഞാൻ അവിടുന്ന് ഇവിടുന്ന് എല്ലാം വാങ്ങിച്ചു. എനിക്ക് മാസം ഒരു ശമ്പളം കിട്ടത്തുള്ളൂ. ആ ശമ്പളത്തിൽ എന്റെ വാടകയും പോയി, കുഞ്ഞിന്റെ ഫീസും ഒക്കെ കഴിഞ്ഞ് ചെറിയൊരു എമൗണ്ടേ മിച്ചവും. പക്ഷെ ഇവര് ആവശ്യപ്പെടുന്ന അതിൽ കൂടുതൽ പൈസയാ. എനിവേ, എന്നെ കൊണ്ട് കഴിയാവുന്ന പോലൊക്കെ ഞാൻ ചെയ്തു. അപ്പൊ മറ്റു കൂട്ടുകാരോടും പിന്നെ കസിൻസ് ഒക്കെ ഉണ്ട് അവിടെ, അവരോടും ഒക്കെ വാങ്ങിച്ചൊക്കെ ഞാൻ ഇദ്ദേഹം പറയുമ്പോൾ വായിച്ചു. അങ്ങനെ ബ്ലഡ് ക്യാൻസർ വന്നു. സുഖമാ ജീവനോട് ഇരിക്കുമ്പോൾ ഒന്ന് പോയി കണ്ടേച്ചു പോന്നു. പിന്നെ എനിക്കറിയാം, ഇന്ന് ഞാൻ പറയാം, മാതാവ് കർത്താവിനെ അറിഞ്ഞിരുന്നെങ്കിൽ കർത്താവ് മാതാവിന് സൗഖ്യം കൊടുത്തേ. പക്ഷെ അന്ന് ഞാനും കർത്താവിനെ അറിഞ്ഞിട്ടില്ല. ഇങ്ങനെ ഒരു രോഗസൗഖ്യം തരുന്ന ദൈവം ഉണ്ടെന്നുള്ളത് അറിയത്തുമില്ല. അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ അന്ന് അത് വിശ്വസിക്കത്തുമില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. ഇന്ന് നമ്മളെ വിമർശിക്കുന്ന പോലെ അന്ന് നമ്മളും വിമർശിച്ചുകൊണ്ട് നടന്നവന്. എന്നാ പിന്നെ ഹോസ്പിറ്റലിലൊന്നും വേണ്ടാലും ഇതൊക്കെ അടച്ചിട്ടാ മതിയല്ലോ എന്ന് വരെ ഞാൻ പറഞ്ഞിട്ടുള്ളവന്. അപ്പം അതിൽ കൂടെ തന്നെ എന്നെ കർത്താവ് പുറത്തു കൊണ്ടുവന്നുണ്ട്. അങ്ങനെ മാതാവ് ബ്ലഡ് ക്യാൻസർ വന്ന് മരിച്ചു 2007. അന്ന് അവിടെ ചെല്ലുമ്പോൾ ബോഡി കുമ്മനാട് ഒരു ഹോസ്പിറ്റലുണ്ട്, അവിടെ വെച്ചിരിക്കുക. അപ്പൊ ഒരു ദിവസം വൈകുന്നേരം എന്നെ വിളിച്ചു പറഞ്ഞു, അമ്മ മാറ്റപ്പെട്ടു എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, അന്നത്തെ തീവ്ര നായർ എന്നുള്ള രീതിയിൽ ഈ കർമ്മങ്ങളൊക്കെ ചെയ്യണമല്ലോ പോയിട്ട്. അപ്പൊ നമ്മളത് ചെയ്തില്ലെങ്കിൽ നമ്മൾ അവരുടെ ഭാഷയിൽ നമ്മൾ ശപിക്കപ്പെട്ടവർ. അപ്പം ആ ശാപം വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞു, ബോഡി മോർച്ചറി വഴി ഞാൻ വരുവാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്റെ കൂട്ടുകാരോടൊക്കെ പൈസയൊക്കെ വാങ്ങിച്ച് ഞാൻ ടിക്കറ്റ് ഒക്കെ എടുത്ത് ഞാൻ പോയി. അവിടെ ചെന്ന് ഞാൻ തന്നെ ആ ബോഡി മോർച്ചറിയിൽ നിന്ന് കൊണ്ടുപോകുന്നതും അവിടുത്തെ ഈ നായന്മാരുടെ ഇടയിൽ നടത്തുന്ന സഞ്ചയനം എന്ന് പറയുന്ന കർമ്മം വരെ നടത്തി ഞാൻ ആ വീട്ടിൽ നിന്ന് പോന്ന. ഞാൻ അന്ന് ബോഡിയൊക്കെ എടുത്ത് അവിടെ ചെന്നുമ്പോ എന്റെ പിതാവ്, എന്റെ അയൽവക്കത്തൊക്കെ ഉള്ള എന്റെ കൂടെ പഠിച്ചവർ, അവര് ഒരാൾ എന്റെ കൂടെ നിൽക്കുമ്പോ അവനോട് ചോദിച്ചു, ഇവൻ ഏതാ? അതെന്റെ ഉള്ളിൽ ഭയങ്കര ഒരു മുറിവായി. അപ്പൊ പറഞ്ഞു, ഇത് എന്റെ വീട്ടിലെല്ലാരും പ്രസാദം എന്നാണ്. ഇത് പ്രസാദൻ? ഓ വന്നോ? ആ, കർമ്മം ചെയ്യാൻ വന്നതാ അല്ലേ? കർമ്മം ചെയ്തിട്ട് പോയാ മതി എന്ന് പറഞ്ഞിട്ട് പിതാവ് ഇപ്പം ഈ പൈസ കൊടുത്തതൊന്നും പിതാവിന് അറിയത്തില്ല. ഈ ജ്യേഷ്ഠന്റെ അക്കൗണ്ടിലോട്ടായി പൈസയൊക്കെ അയച്ചു. അപ്പൊ ജ്യേഷ്ഠന് ഞാനും തമ്മിൽ 12 വയസ്സിന്റെ വ്യത്യാസം. അത് കഴിഞ്ഞ് 6 വയസ്സ് കഴിഞ്ഞ എനിക്കൊരു പെങ്ങളുണ്ട്. ആ പെങ്ങളും ഞാനും തമ്മിൽ 6 വയസ്സിന്റെ വ്യത്യാസം. പിന്നെ എനിക്ക് താഴെ ഒരു പെങ്ങളുള്ളത്, ഞങ്ങൾ തമ്മിൽ 3 വയസ്സിന്റെ വ്യത്യാസം. അപ്പൊ ഇത്രയും ഗ്യാപ്പ് ഉള്ളപ്പോൾ അപ്പന് തുല്യം ആ ജ്യേഷ്ഠനെ നമ്മൾ കാണുന്നു. അപ്പൊ ഈ ജ്യേഷ്ഠൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമെന്നൊന്നും ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിക്കുന്നില്ല. അപ്പൊ അദ്ദേഹത്തിന് വേറെ എന്തൊക്കെയോ ഉദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു. ആ രീതിക്ക് പോയി. എല്ലാം എനിക്ക് ഗുണമായിട്ടേ ഭവിച്ചുള്ളൂ. എനിക്ക് ആരോടും ഒരു ദേഷ്യമില്ല. അവരും ഈ അപ്പനെ അറിയണേ എന്നുള്ള ഒരു പ്രാർത്ഥന മാത്രമേ എനിക്കുള്ളൂ. അവരെ കൊണ്ട് പിശാച് ജയിച്ചതാണെന്ന് ഞാൻ പറയത്തുള്ളൂ. അല്ലാതെ അവര് ചെയ്തത് ഓരോ പ്രവൃത്തിയും പിശാച് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു. ആരും പൂർണ്ണ മനസ്സോടെ ചെയ്യുന്നില്ല. അങ്ങനെ ആ അപ്പനിങ്ങനെ ചോദിച്ചു, എനിക്കത് വലിയ വിഷമമായി പോയി. ഞാനത് സഞ്ചയനം നടത്തി. പിന്നെ ഇനി ഈ വീട്ടിലോട്ട്, എന്നെ അറിയാത്തവരുടെ വീട്ടിലോട്ട് ഇനി വരേണ്ട കാര്യമില്ല. അങ്ങനെ ഞാൻ ആ 2007 ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ. പിന്നെ ഇതുവരെ ആ വീടിന്റെ പടി ഞാൻ ചവിട്ടിയിട്ടില്ല. അങ്ങനെ ഞാൻ ബന്ധക്കോസിലാന്നൊക്കെ അവർക്കൊക്കെ ഏകദേശം അറിയാം. ഇന്നലെ കഴിഞ്ഞ ശനിയാഴ്ച ഞാൻ കുമ്മനാട്ട് ഒരു കല്യാണത്തിന് പോയി. ഞാൻ പുല്ലാട്ട് മിക്ക ആൾക്കാർക്കും അറിയാം എന്നെ. ഞാൻ പുല്ലാട്ട് അനേകം പിന്നെ ചർച്ചകളിലൊക്കെ അവിടെ അടുത്ത് കുമ്മനാട്ടും മാരാമണ്ണും ഒക്കെ പോകുമ്പോൾ ഞാൻ ആ പുല്ലാട്ട് ജനിച്ചു വളർന്ന വീടിന്റെ പടിക്കൽ കൂടെ ആരെങ്കിലും കൂട്ടുകാരുടെ കൂടെ വണ്ടിയെ യാത്ര ചെയ്യും. കാരണം ജനിച്ചു വളർന്ന ദേശം ഒരിക്കലും മറക്കാൻ പറ്റും. ജനിച്ചു വളർന്ന വീടിന്റെ ഒക്കെ പടിക്കൽ കൂടെ പോകുമ്പോൾ എത്ര ഇതാണെങ്കിലും നമ്മുടെ ഉള്ള ഒന്ന് പിടയ്ക്കും. ഇതിനകത്തുനിന്ന് കയറണമെന്നൊരാഗ്രഹമുണ്ട്. പക്ഷെ അപ്പ പറഞ്ഞിട്ടുണ്ട്, 3-1 മോനെ, 4-1 നിന്റെ കാക്ക കൊണ്ട് വെക്കുമെന്ന്. ഒരു സൂം മീറ്റിംഗ് കൂടെ ഒരു ദേവദാസൻ എന്നോട് പറഞ്ഞത്. അപ്പം എല്ലാം അറിയുന്നവനാ എന്റെ യേശു. എന്റെ എല്ലാ ഹൃദയ വിചാരങ്ങളെ അറിയുന്ന ദൈവത്തെ ഞാൻ സേവിക്കുന്നു. അതുകൊണ്ട് എനിക്കിന്ന് യാതൊരു ടെൻഷനും ഇല്ല. ഞാൻ വളരെ ഹാപ്പിയാണ്.
എന്റെ എല്ലാ കാര്യങ്ങളും എന്റെ കർത്താവ് അറിയും. എനിക്കൊരു ശകലം പൈസയുടെ ബുദ്ധിമുട്ട് വരുമ്പോൾ ഞാൻ ചിലപ്പോൾ ആരോടും ചോദിച്ചില്ലേ തന്നെ അവർ ചോദിക്കാതെ എന്റെ അക്കൗണ്ടിൽ ഇട്ട് തന്നിട്ടുണ്ട്. എന്നിട്ട് എന്നോട് പറയും, ഞാൻ ഇത്ര രൂപ നിനക്ക് തന്നിട്ടുണ്ട്. എന്നെ കണ്ടിട്ടില്ലാത്തവരും കേട്ടിട്ടില്ലാത്തവരും, കേട്ടിട്ടുള്ളവരായിരിക്കും, കണ്ടിട്ടില്ലാത്തവർ വരെ എന്നെ സാമ്പത്തികമായി സഹായിച്ചു. പലരും അങ്ങനെ സഹായിച്ചു. അതെനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല, കാരണം ഇത് അവർ കേൾക്കും. അപ്പൊ അവരെ ഞാൻ ഒഴിവാക്കുന്ന ഒരു ചിന്ത അവർക്ക് വരരുത്. പക്ഷെ അവർക്ക് അതിന്റെയൊക്കെ 100 ഇരട്ടി പ്രതിഫലം കൊടുത്ത് അപ്പ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നില്ല. അവരിൽ നിന്ന് വാങ്ങിച്ച് പലരും കർത്താവിനെ അറിയാത്തവരാണ്. ചിലർ ക്രിസ്ത്യാനികളാണ്, ചിലർ ഹിന്ദുക്കൾ, ചിലർ നായന്മാരാണ്. പക്ഷെ അവരൊന്നും കർത്താവിനെ അറിഞ്ഞിട്ടില്ല, കർത്താവിന്റെ വചനവും അനുസരിച്ചിട്ടില്ല. പിന്നെ പറയാൻ പോയി കഴിഞ്ഞാൽ, നീ ഇന്നല്ലേ ഇതൊക്കെ അറിയുന്നത്, ഞങ്ങൾ പണ്ടേ അറിഞ്ഞില്ല. അതുകൊണ്ട് ഒരു ഹിന്ദുവിനോട് പറയാണ്, അവന്റെ ഉള്ളിൽ ഒരു ചെറിയ സംശയം വരും. അവൻ പറയുന്നത് സത്യമാണ്. പക്ഷെ എനിക്ക് എന്നെ സംബന്ധിച്ച് ഒരു ക്രിസ്ത്യാനി സഹോദരനോട് പറഞ്ഞാൽ അവനെ ഒന്ന് വിശ്വസിപ്പിക്കാൻ വലിയ പാടാണ്. കാരണം അവൻ എന്നോട് എടുത്തു വായിച്ചു ചോദിക്കും, നീ ഇപ്പോഴല്ലേ ഇത് കാണുന്നത്, സത്യമില്ലേ? ഞാൻ ഇപ്പോഴാ ബൈബിള് കാണുന്നത്. ഞാൻ 2 പ്രാവശ്യം ബൈബിൾ വായിച്ചു തീർത്തടാ, നീ എത്ര പ്രാവശ്യം വായിച്ചു ചോദിച്ചാൽ അതിനൊന്നും മറുപടി കാണത്തില്ല. അവൻ അവിടെ പോയി അച്ഛൻ പറയുന്നതെല്ലാം കേട്ടേച്ചെങ്കിൽ പോരും. അല്ലാതെ നിത്യതയിലേക്കുള്ള ഒരു കാര്യം ഇവരുടെ ചർച്ചയിൽ പറയാതെ. ഞാൻ പോയിട്ടുണ്ട് പണ്ട് ഇവരുടെ ചർച്ചകളിൽ. പിന്നെ പെന്തക്കോസ്തുകാരോട് ഇവർക്കെല്ലാം തുച്ഛമാണ്, പെന്തക്കോസ്തുകാർക്ക് എതിരായിട്ട് ഇവർ സംസാരിക്കും, പെന്തക്കോസ്തുകാരോട് മിണ്ടുക പോലും ചെയ്യില്ലെന്നാണ്. പിന്നെ എന്നെ എല്ലാവർക്കും വലിയ കാര്യം, കാരണം ഇവരുടെ കൂടെ ഇന്ന് ജേഴ്സ് പറഞ്ഞവനാണ് ഞാൻ. അപ്പൊ ഞാൻ ഈ മാർഗത്തിൽ പോയി എന്തോ ഒരു ചെറിയ വിഷയം ഉണ്ടെങ്കിൽ അന്നേരം വിളിക്കും, എടാ ഉസ്താദെ നീ ഒന്ന് പ്രാർത്ഥിക്കണേ. ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഹോസ്പിറ്റലിലോട്ട് പോകുമ്പോൾ അയ്യോ വിളിച്ച് പോകുന്നവനെ ഗ്യാസാന്ന് പറഞ്ഞ് കർത്താവ് തിരിച്ച് അന്ന് വൈകിട്ട് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലാക്കിയ ചരിത്രം വരെ ഉണ്ട്. പക്ഷേ എന്നാലും ഇതിലോട്ട് വരത്തില്ല. ഞാൻ എത്ര പിന്നെ കർത്താവ് ഒരു കാര്യം നിർബന്ധിക്കാൻ പാടില്ല, അതുകൊണ്ട് ഞാൻ നിർബന്ധിക്കത്തില്ല. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചെറിയൊരു തട്ട് കൊടുത്തു വിടും. കാരണം ഇവരൊക്കെ അങ്ങ് നിത്യതയിൽ എത്തണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം. അങ്ങനെ ഈ ഫിക്സ് വന്ന് വെന്റിലേറ്ററിൽ കയറി. അപ്പൊ ഞാൻ അതിനുശേഷം ഈ വീട്ടിൽ പോയിട്ടില്ല. അതാണ് ഞാൻ ഇടയ്ക്കൊന്ന് സ്കിപ്പ് ചെയ്ത് അങ്ങോട്ട് പോയത്. അപ്പൊ എന്റെ കുടുംബമായിട്ട് എനിക്ക് കഴിഞ്ഞ 17 വർഷമായിട്ട് യാതൊരു കണക്ഷനും ഇല്ല. ഞാന്, എന്റെ വൈഫ്, എന്റെ മോള്, പിന്നെ ദൈവമക്കളാണ് എന്റെ ആൾക്കാരൊക്കെ. എന്നെ സഹായിക്കുന്നതും എനിക്കുള്ള സഹോദരങ്ങളെല്ലാം അവരാണ്. ഇന്ന് ഒത്തിരി ബോംബെയിലായിരുന്ന കാലത്ത് ഒരു കാലത്ത് ഞങ്ങൾ 3 പേരേ ഉള്ളു. പിന്നെ വൈഫിന്റെ വീട്ടുകാരും അവരൊക്കെ പാവങ്ങൾ, അവരെ വിളിച്ചു തരുന്ന, അവരെ കൊണ്ടൊന്നും സാമ്പത്തികമായിട്ടൊന്നും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ എല്ലാം കൂട്ടുകാരാണ്. ഈ 3 രാജ്യത്ത് ജോലി ചെയ്തുകൊണ്ട് എനിക്ക് ഒരുപാട് കൂട്ടുകാരുണ്ട്. അങ്ങനെ കുറെ ചർച്ചകളിൽ ഞാൻ സാക്ഷ്യം പറഞ്ഞു. അങ്ങനെ കുറെ ആൾക്കാർ അവിടുന്ന് വിളിച്ച് എന്നെ സംസാരിക്കാറുണ്ട്. അങ്ങനെ കുറെ ബന്ധങ്ങൾ കർത്താവ് തന്നിട്ടുണ്ട്, നല്ല ബന്ധങ്ങൾ. അപ്പൊ അവരൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അങ്ങനെയൊക്കെ കാര്യങ്ങൾ പോകും. പിന്നെ ബോംബെയിലെ ഭവനത്തിന്റെ വില വരെ കർത്താവായിട്ട് അങ്ങനെ അത് വിറ്റ് അതിന്റെ ഇൻട്രസ്റ്റ് എടുത്താണ് ഇവിടെ വാടക കൊടുക്കുന്നത്. പിന്നെ മരുന്ന് മേടിക്കാനുള്ള അപ്പൊ കുറെ സ്വർണ്ണം ഉണ്ടായിരുന്നു, അത് വിറ്റ് അതിന്റെ ഒരു ചെറിയ ഇൻട്രസ്റ്റ്. പണ്ടത്തെ പോലെ ഒന്നും ഇല്ല, 4-1 ഇപ്പോ. എന്തായാലും ഒന്നിനും ഒരു മുട്ടില്ലാതെ കർത്താവ് നടത്തുന്നുണ്ട്. എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടായിട്ട് വന്നാൽ എവിടുന്നെങ്കിലും ഏലിയാവിന് അപ്പോ ഇറച്ചിയായിട്ട് വന്ന കാക്ക വരും. അതൊരു പ്രത്യേക ഒരു അനുഭവമാണ്. അങ്ങനെ കുറെ കാക്കകളെ കർത്താവ് ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ വെന്റിലേറ്ററിൽ കിടക്കുമ്പോൾ ഞാൻ സ്നാനപ്പെടേണ്ട കുളവും ഞാൻ പോകേണ്ട ചർച്ചും ഒക്കെ കർത്താവ് ദർശനം തന്നായിരുന്നു. ഞാൻ സ്നാനപ്പെട്ടത് എടപ്പള്ളിയിലുള്ള ഒരു കുളത്തിലാണ്. അപ്പൊ അവിടെ ബാക്കി എനിക്ക് ഓർമ്മയില്ല. ഞാൻ ഈ പുല്ലാട്ടുകാരനായതുകൊണ്ട് കുമ്മനാട്ടോടൊക്കെ സൈക്കിളിൽ പോകുമ്പോൾ ഈ ദൈവവചനമൊക്കെ എഴുതി മതിലിൽ വെച്ചിരിക്കുന്നത് കാണാം. അപ്പൊ ഞാനിത് മറ്റു ക്രിസ്ത്യൻസ് ആയ കൂട്ടുകാരോട് ചോദിക്കും, ഇതിന്റെ അറ്റത്ത് 2 നമ്പറൊക്കെ കാണാം, ഇത് എന്തോ. അപ്പൊ അവര് പറയാം അത് ബൈബിളിലെ റെഫറൻസ് നമ്പറാണ്. അങ്ങനെ ഞാൻ ഒരു കുളം കാണുന്നു, ആ കുളത്തിന്റെ സൈഡിൽ ഒരു വാക്ക് എഴുതി ഇതുപോലെ നമ്പരും കണ്ടു. വാക്ക് എനിക്കിപ്പോ ഓർമ്മയില്ല. അങ്ങനെ ഞാൻ അവിടെ ചെല്ലുമ്പോൾ അതേ വാക്യം ആ കുളവും. അപ്പൊ ഞാൻ ആ സ്നാനപ്പെടുത്താൻ വന്ന പാസ്റ്ററോട് പറഞ്ഞു, ഈ കുളവും ഞാൻ ദർശനം കണ്ടു. പിന്നെ ഞാൻ കാണുന്നത് ഒരു വ്യക്തി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്നു. അദ്ദേഹം താടിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ വ്യക്തി ആരാന്ന് എനിക്ക് ഒരു പിടിയില്ല. അദ്ദേഹത്തിന് മുമ്പിൽ താഴെ കുറെ ആൾക്കാർ ഇരിക്കുന്നു. അവര് അങ്ങോട്ട് ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് പാസ്റ്റർ മുഖം മാത്രമേ കാണാൻ പറ്റൂ. അപ്പൊ പാസ്റ്റർ ആണെന്നൊന്നും എനിക്കറിയില്ല. ഇദ്ദേഹമായിട്ട് ജീവിതത്തിൽ ഒരു ബന്ധവുമില്ല. ഇദ്ദേഹം ആരാണെന്നുള്ള ഒരു വലിയൊരു ക്വസ്റ്റ്യൻ ഇങ്ങനെ ഞാനല്ലേ കണ്ടുള്ളൂ, എനിക്കിപ്പോ ആരോട് പറഞ്ഞറിയിക്കാം. അങ്ങനെ ബന്ധക്കോസ് പശ്ചാത്തലം ഒന്നും ഇല്ലാത്തത് കൊണ്ട് വൈഫ് ക്രിസ്ത്യാനിയാണെങ്കിലും ബന്ധക്കോസ് ആരാധനയിലൊന്നും അവളും അവിടെ ബോംബെ വെച്ച് പോയിട്ടില്ല. അപ്പൊ ഒരു ദിവസം ഇങ്ങനെ പുറത്തെന്തോ ഞാൻ വയ്യാതായ പിന്നെ മാർക്കറ്റിലൊക്കെ പോകുന്നത് സഹോദരിയായിരുന്നു. അങ്ങനെ മാർക്കറ്റിൽ പോയി വരുമ്പോൾ വലിയ സന്തോഷത്തോട് കയറി വരും, നമുക്ക് അടുത്ത ആഴ്ച ചർച്ചിൽ പോകണം, ഇവിടെ അടുത്ത് ചർച്ച ഉണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, നീ അത് ഞാനൊരു ആന്റിയെ കണ്ടു നമ്മുടെ ഗേറ്റിന്റെ അവിടെ നിൽക്കുന്നത്, കണ്ടപ്പോ കാഴ്ചയിലും കാതിലും ഒന്നും ഇല്ലായിരുന്നു.
അപ്പം എനിക്ക് മനസ്സിലായി ബന്ധുക്കോസുകാരിയാണ്. അപ്പൊ ഞാൻ ചോദിച്ചു എവിടാ ചർച്ചിൽ പോകുന്നത്. അതിവിടെ അടുത്ത് ചർച്ചുണ്ട്, 1 കിലോമീറ്റർ പോയാല് ആ ചർച്ച ഉണ്ടെന്ന് തോന്നുന്നു, IPC ചർച്ച. അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് പോവാടി എന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ഞായറാഴ്ച ഞാനും എന്റെ കുടുംബമായി ആ ചർച്ചിൽ ചെല്ലുമ്പോ ഞാൻ വെന്റിലേറ്ററിൽ കിടന്ന് ആ ദൈവദാസനെ എങ്ങനെ കണ്ടോ അതുപോലെ ആ ദേവദാസൻ അവിടെ നിൽക്കുക വാസ്റ്റർ. ഞാൻ അതുകൊണ്ട് മനസ്സിലാക്കുന്നത്, ഞാൻ അത് കാണുന്ന ഒരു 3 മാസം മുമ്പാ. ആ 3 മാസം മുമ്പ് ആ പാസ്റ്റർ താടി വെച്ചിട്ടില്ല. ഞാനത് പിന്നീട് അറിയുന്നു. ഇപ്പൊ നമ്മൾ കുറെ ദിവസം കഴിഞ്ഞ് നമ്മൾ എങ്ങനെ ഇരിക്കുന്നവരെ കർത്താവിന് അറിയാം. അതനുസരിച്ച് കർത്താവ് ഡിസൈൻ ചെയ്തു. അപ്പം ഞാനപ്പം ഒരാഴ്ച കഴിഞ്ഞപ്പോ ഈ പാസ്റ്റർ താടിയും എടുത്തു. അപ്പൊ ഞാനൊരു സ്ഥിരം താടിക്കാരനായിരിക്കും. അപ്പൊ പുള്ളിയുടെ പേര് ഓമനക്കുട്ടൻ. ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര മടിയായിരുന്നു. ദർശനവും സാക്ഷിയും ഒക്കെ ഉണ്ട്, ബൈബിളൊന്നും കൈ കൊണ്ട് നടക്കത്തില്ല, പറയുന്നതിന് ഒരു മടിയും ഇല്ല. കാരണം അവിടെ കുറെ നായന്മാരായിരുന്നു എന്റെ കൂട്ടുകാർ. ഇവന്മാരൊക്കെ നാളെ എന്നെ അത് അവിടെ ഈ സർനെയും മാത്രമേ വിളിക്കത്തുള്ളൂ. നായരെ നായരെ എന്നാണ് വിളിക്കുന്നത്. അപ്പൊ നായര് തേണ്ട് ബൈബിളുമായിട്ട് നടക്കുന്ന ഇവന്മാര് പറഞ്ഞ് കളിയാക്കുകയും ചെയ്യും. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, ഇവളോട് പറയും നീ ബൈബിൾ വായിക്കി വെച്ചാൽ മതി, ആ പള്ളിയുടെ അടുത്ത് ചെല്ലുമ്പോ എന്റെ കയ്യിൽ തന്നാൽ മതി. അങ്ങനെ അവിടെ ചെല്ലുമ്പം എങ്ങനെ ആ ദേവദാസനെ വെന്റിലേറ്ററിൽ കിടന്നുകൊണ്ട് കണ്ടോ അതുപോലെ ആ പാസ്റ്റർ അവിടെ നിൽക്കുക. അപ്പൊ ഞാൻ ഉറപ്പിച്ചു, ഞാൻ പോകേണ്ട ചർച്ചും ഇത് തന്നെയാ. പണ്ട് കൊളസ്ട്രോൾ ഒക്കെ ഉള്ളപ്പം അതിന്റെ ഫ്രണ്ടിൽ കൂടെ നടക്കും, ആ ബോർഡ് IPC എന്നുള്ള ബോർഡ് കാണുമ്പോൾ തന്നെ ഇപ്പൊ പിറുപിറുപ്പായിരുന്നു. കാരണം ഈ മറാഠികളുടെ ഇടയിൽ ആരുടെ ബന്ധുക്കൂസുകാര് എന്നുള്ള ചിന്തയിലൊക്കെയാ ഞാൻ. ആ ചിന്ത വരെ എന്റെ യേശുപ്പ കാണുന്നുണ്ട്, മനസ്സിലായ. അവിടെ കൊണ്ടിരുത്തി എന്നെ. അങ്ങനെ അവിടുന്ന് പോരുന്നിടം വരെ ആ സഭയിലായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. പാസ്റ്റർ പേര് ഓമനക്കുട്ടൻ. പിന്നെ വേറെ പാസ്റ്റർമാരൊക്കെ പോയി. അങ്ങനെ ഒരു ഹിന്ദു പാസ്റ്ററെയാണ് എന്നെ ആദ്യം കാണിച്ചത്. കാരണം നിന്നെ മാത്രമല്ല വേറെയും ഹിന്ദുക്കളെ ഞാൻ പിടിച്ചിട്ടുണ്ടാന്ന് എന്നെ ഒന്നുകൂടെ ഉറപ്പിക്കാൻ വേണ്ടി കർത്താവ് ചെയ്തതാണെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ അനേക ഹിന്ദുക്കളെ വിശ്വാസി വന്നവരെ ഒക്കെ കർത്താവ് ഈ മീഡിയ വഴി ഫേസ്ബുക്ക് വഴിയൊക്കെ എന്നെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാടടുത്ത് ഞാൻ അങ്ങനെ പോയിട്ടുണ്ട് സാക്ഷ്യം പറയാൻ. ഈ ദർശനം, ഈ കുളവും സ്നാനപ്പെടേണ്ട കുളവും പോകേണ്ട ചർച്ചും എല്ലാം കർത്താവ് തന്നെ നമുക്ക് ദർശനം തന്നു. എല്ലാം ഡയറക്റ്റ് മേളിൽ നിന്ന് അപ്പ തന്നെയാ തരുന്നത്. ആ അഭിഷേകവും കർത്താവ് തന്നെയാ തന്നെ. ഉയരത്തിൽ തന്നെ ശക്തി പ്രാപിക്കുമായിരുന്നു. അതിലൊക്കെ വളരെ ഹാപ്പിയാണ് ഞാൻ. അതുകൊണ്ട് സന്തോഷത്തോടെ പറഞ്ഞു, ഇങ്ങനെ ഒരു അവസരം തന്നൊരു പാസ്റ്ററോട് ഒരിക്കൽ കൂടി നന്ദി പറയാം. കർത്താവ് അതിശക്തമായിട്ട് ഉപയോഗിക്കും. പ്രത്യേകിച്ച് ഗുജറാത്ത് വലിയ പാടാ വേല ചെയ്യാനുള്ളത് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഒന്നും വേണ്ട പേടിക്കണ്ട, ധൈര്യമായിട്ട് ഇപ്പോ അനേക ഹിന്ദുക്കളെ ഹിന്ദു വിശ്വാസത്തിലേക്ക് കൊണ്ടുവരും എന്ന് ഞാനും ഓർത്ത് പ്രാർത്ഥിക്കാം. എനിക്ക് എവിടെ എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്തിട്ടുള്ളവരൊന്നും ഒരിക്കലും മറക്കാത്തവനാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും സാക്ഷ്യം ഇങ്ങനെ പറഞ്ഞു പോയത്. അപ്പൊ കാരണം അവരൊക്കെ ഇത് കേൾക്കുമ്പോൾ അവിടെയൊക്കെ ഒന്ന് ടച്ച് ചെയ്തില്ലെങ്കിൽ അവർക്കും ഒരു എടാ ഇവൻ ഞാനൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടൊന്നും ഇവനൊന്നും പറയുന്നില്ല, പേരെടുത്തൊന്നും പറയാൻ പറ്റത്തില്ല നമുക്ക്. അതുകൊണ്ട് അനേകര് നമ്മളെ സഹായിക്കുന്ന അനേകരെ അവരോടൊക്കെ ദൈവം ഇടപെട്ടിട്ട് അവർ ചെയ്യുന്നത്. എല്ലാത്തിനും മഹത്വം കർത്താവിന് മാത്രമേ ഉള്ളൂ. പിന്നെ അവരെയൊക്കെ ഉപയോഗിക്കുന്നു. പിന്നെ ഇവരും ഒക്കെ ദൈവത്തെ അറിയണമെന്ന് ഞാൻ ഇന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പിന്നെ കർത്താവ് കാണാതെ ആർക്കും വരാൻ പറ്റത്തില്ല. നമുക്ക് ആരും നിർബന്ധിച്ചാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാന് ഒരു മഞ്ഞ് പൊഴിയുന്ന രാജ്യങ്ങള് നമ്മൾ TV ന്യൂസിലൊക്കെ കാണിക്കാറുണ്ട്. അവിടെ ഇടയ്ക്കൊക്കെ ഈ പച്ചില ഒക്കെ ഇങ്ങനെ കാണാം. പിന്നെ അങ്ങ് വെളുത്ത പ്രതലമായിരിക്കും, ഭൂമി മണ്ണൊന്നും കാണത്തില്ല. ഒന്നീ പച്ചപ്പായിരിക്കും, അല്ലെ വെളുത്ത ഈ മഞ്ഞ് വീണ് കിടക്കും. ഈ മഞ്ഞ് മാത്രമായിട്ടുള്ള ഒരു സ്ഥലത്ത് ഞാൻ ചെന്നു. വെന്റിലേറ്ററിൽ എന്റെ ബോഡി കിടന്നു, എന്റെ ആത്മാവ് അങ്ങ് പോയി. ഞാൻ ചെന്ന് ഒരു മഞ്ഞ് പൊഴിയുന്ന സ്ഥലത്ത് ചെന്നു. ആ മഞ്ഞിനകത്തിൽ കൂടെ ഞാൻ ഇങ്ങനെ നടന്നു പോവാ. നടന്ന് ഞാൻ ഒരു വലിയൊരു ഗേറ്റിന്റെ വാതിക്കലേക്ക് ചെന്നു. അപ്പൊ അവിടെ ഇപ്പൊ പറയുന്ന ഒരു ദൂതൻ അവിടെ നിൽപ്പുണ്ടായിരുന്നു. അന്ന് ഞാൻ വെന്റിലേറ്ററിൽ കിടന്നുകൊണ്ട് ഒരാൾ അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ നെറ്റിക്ക് അടയാളം ഉണ്ടെന്ന് നോക്കി. പിന്നെ ഇപ്പൊ ബൈബിൾ വായിച്ചോണ്ട് മനസ്സിലായ അതൊരു ദൂതനായിരുന്നു. ദൂതൻ എന്റെ നെറ്റിക്ക് അടയാളം ഉണ്ടെന്ന് നോക്കിയിട്ട് നെറ്റിക്ക് അടയാളം ഇല്ലാത്തതുകൊണ്ട് എന്നെ അകത്തോട്ട് വിട്ടില്ല. എന്നാൽ ഞാൻ മാമോദിസ എടുത്ത മനുഷ്യനാണ്. അതൊന്ന് ഞാൻ എടുത്തു പറയാം. ഈ മാമോദിസ എടുത്തവരുടെ ഒന്നും നെറ്റിക്ക് അടയാളമില്ല. കർത്താവ് കാണിച്ചെന്ന മാതൃകയിൽ സ്നാനപ്പെട്ടവരുടെ നെറ്റിക്ക് മാത്രമേ അടയാളം. അത് നെറ്റിക്ക് അടയാളം ഇല്ലാത്തതുകൊണ്ട് എന്നെ കയറ്റി വിട്ടില്ല. അവിടുന്ന് ഞാൻ നേരെ തിരിച്ച് പിന്നെയും അതിലിങ്ങനെ കറങ്ങി നടക്കുമ്പോ ഭയങ്കര നിലവിളി കേൾക്കാം. നിലവിളി കേട്ടുകൊണ്ട് പോയി നോക്കുമ്പോ ഭയങ്കര ഒരു കുളമാ. ആ കുളത്തിനകത്ത് വെള്ളത്തിന് പകരം തീയ. ആ തീക്കകത്ത് അഗ്നി ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുക. അതിനകത്ത് മനുഷ്യൻ ജീവനോട് കിടന്ന് നിലവിളിക്കുന്ന കേൾക്കുന്നത്. ആ നിലവിളി കേട്ടോണ്ട് പോയി നോക്കുക. അപ്പം ഇത് എന്തുവാന്ന് അറിയത്തില്ല. അപ്പൊ ഇതിങ്ങനെ വെന്റിലേറ്റർ അവിടെ കിടന്നുകൊണ്ട് പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെ. അപ്പൊ ഈ
വൈഫ് കേൾക്കുന്നുണ്ട്. പിന്നെ ഈ പ്രാർത്ഥിക്കാൻ ഹോസ്പിറ്റലിൽ പ്രാർത്ഥിക്കാൻ വരുന്ന ദേവദാസന്മാർ, അവര് പ്രാർത്ഥിച്ചിട്ട് വൈഫിനോട് ദൂത് പറയും. അദ്ദേഹം കർത്താവിന്റെ ഒരു സാക്ഷിയായിട്ട് പുറത്തു വരും, അദ്ദേഹം ദർശനം കണ്ട് കിടക്കുക, സിസ്റ്റർ വിഷമിക്കേണ്ട. അവളുടെ ധാരണ എപ്പ ബോഡി പുറത്തു വരും എന്നുള്ള ഇതിലാണ് പുറത്തിരിക്കുന്നവരുടെ ചിന്ത. കാരണം വീട്ടുകാരെ അറിയിക്കണോ എന്ത് ചെയ്യണമെന്നൊന്നും അറിയത്തില്ല, വല്ലാത്തൊരു കണ്ടീഷനായിരുന്നു ആ 3 ദിവസം. പിന്നെ ഞാൻ കാണുന്നു ഒരു വെളുത്ത തോളറ്റ മുടി ഉള്ള ഒരാൾ നടന്നു. അപ്പൊ എനിക്കിത് യേശുവാ പോകുന്നതെന്ന്. അപ്പൊ വെളുത്ത വസ്ത്രം, തോളറ്റം, വെളുത്ത മുടിയാണ്. അപ്പം ഹിമം പോലത്തെ മുടിയെന്ന് ഞാൻ ബൈബിളിൽ വായിച്ചു. അപ്പം യേശുപ്പ ആണെന്ന് മനസ്സിലായി. പുറകെ പോവാ. പുറകെ കുറെ ദൂരം ഞാൻ പോയിട്ട് എനിക്ക് മുമ്പിൽ കയറാൻ പറ്റില്ല. പിന്നെ ഞാൻ അടുത്ത് അവിടെ അങ്ങ് മാറി നിന്നപ്പോ ഇവിടുന്ന് വന്നിട്ട് എന്നെ കെട്ടി അങ്ങ് പിടിച്ചിട്ട് പറഞ്ഞു, മോനെ ഞാനാ നിന്റെ പിതാവ്, നിനക്ക് എന്ത് വേണം? അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് എന്റെ മോളുടെ അടുത്ത് പോകണം, എങ്കിൽ നീ പോക്കോളാം. അങ്ങനെ ഞാൻ 3-ാം പക്കം, അപ്പൊ ഭൂമി 3 രാവും പകലും കഴിഞ്ഞു. അവിടെ രാത്രി ഇല്ലാത്തതുകൊണ്ട് എനിക്ക് അറിയത്തില്ലായിരുന്നു. ഇത് വൈഫ് പറഞ്ഞതാ, 3 ദിവസം വെന്റിലേറ്ററിലായിരുന്നു. 3-ാം പക്കം ഞാനും പുറത്തു പോകും. പുറത്തു വന്ന് എന്നെ കിടത്തിയിരുന്ന കട്ടിലെന്ന് പറഞ്ഞാൽ ഈ കൊച്ചു പിള്ളേരെ കിടത്തുന്ന 4 സൈഡ് കവർ ചെയ്ത കട്ടില. കാരണം വെളിവില്ലാത്തതുകൊണ്ട് ഞാൻ ചിലപ്പോ ഇറങ്ങിപ്പോകും. അങ്ങനെ ഈ ആ കട്ടിലെ കിടന്നപ്പോ എന്റെ മോള് വന്ന് അച്ഛാന്ന് വിളിക്കുമ്പോഴൊക്കെ ഞാൻ പറയും, ഞാൻ നിന്റെ അച്ഛനൊന്നും അല്ല, ഞാൻ കല്യാണം ഒന്നും കഴിച്ചിട്ടില്ലെന്നാ പറയുന്നത്. അപ്പം ഡോക്ടർ പറഞ്ഞു, ഇല്ലില്ല കല്യാണം കഴിച്ചിട്ടുണ്ട്. അപ്പൊ പിന്നെ ഞാൻ നേഴ്സുമാരെ ആരോ കാണിച്ചു, അവരാ എന്റെ ഭാര്യ. അങ്ങനത്തെ ഒരു ലെവലായിരുന്നു എന്റെ. ഞാനെല്ലാം മറന്നുപോയി. ഒരു എവിടാന്ന് ഹിന്ദിയാ സംസാരിക്കുന്നത്, നാട്ടിലാണെന്നൊന്നും അറിയത്തില്ല, ബോംബെയിലാന്നുള്ള രീതിയില്ല. എനിക്ക് എന്താ പറ്റിയെന്ന് എനിക്ക് അറിയത്തില്ല. എനിക്ക് എന്റെ കട്ടിലിന്റെ ഒരു സൈഡ് താത്തിട്ട് എനിക്ക് ഇറങ്ങാൻ അറിയാൻ കഴിഞ്ഞിട്ട് ഞാൻ അതിന്റെ മേളിൽ കൂടെ ഇറങ്ങി, എന്തോ കഥ അടച്ചിട്ട് പിന്നെ അതുപോലെ കയറി ഇതിനകത്ത് തൊട്ടി പോലത്തേനകത്ത് കിടന്ന വ്യക്തിയാണ് ഞാൻ. അത്രയും പോലും എന്റെ തല വർക്ക് ചെയ്യത്തില്ല. അപ്പൊ വൈഫ് എന്തോ മരുന്ന് മേടിക്കാൻ പോയതാ, കഥവ് തുറന്നിട്ടിട്ട്. അപ്പം ഞാൻ ഉറങ്ങുമായിരുന്നു അവൾ പോയപ്പോ. ഞാൻ ഉണർന്നപ്പോ കഥവ് തുറന്നു കിടക്കുന്നു. അപ്പൊ കഥ അടയ്ക്കണം, അതിനുവേണ്ടി ഞാൻ ആ കട്ടിലിന്റെ സൈഡ് താക്കാൻ എനിക്ക് അറിയത്തില്ല. തിരിച്ച് അതുപോലെ കയറി കിടന്നു. അവള് വരുമ്പോ അകത്തുനിന്ന് കഥ കുറ്റി ഇട്ടേക്കുക, ഞാൻ അതിനകത്ത് കിടപ്പുണ്ട്. ഇത് ആരടച്ചു എന്നൊന്നും അവക്കും അറിയത്തില്ല. അപ്പൊ അവളെ പുറത്തുനിന്ന് ആ കഥ, സൈഡിലൊരു ജനലുണ്ട്, അതിൽ കിടന്ന് ഇങ്ങനെ പൊട്ടിയപ്പോ ഞാൻ കണ്ണു തുറന്നു. എന്നോട് പറഞ്ഞു കഥവ് തുറന്നു, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. പിന്നെ ഞാൻ അതുപോലെ തന്നെ ഇറങ്ങി കഥവിന് കുറ്റിയിട്ടു. അപ്പൊ ഞാൻ ചോദിച്ചു, അപ്പൊ എന്നോട് ഇവള് പറഞ്ഞു ഇത് സൈഡ് താക്കാൻ. ഞാൻ പറഞ്ഞു എനിക്കറിയത്തില്ല. എന്തായാലും ഞാൻ താഴെയൊന്നും വീണില്ല. പിന്നെ അതുപോലെ സൈഡ് താത്തു, പിന്നെ കയറിക്കണം. അങ്ങനെയൊക്കെ ആരും ഒട്ടും വർക്ക് ചെയ്യത്തില്ല. മോളെ തിരിച്ചറിയത്തില്ല. വൈഫിനെ പിന്നെ കുറച്ച് ആയപ്പോ തിരിച്ചറിഞ്ഞു, പിന്നെ മോളെ തിരിച്ചറിഞ്ഞു. പിന്നെ ഡോക്ടർ പറഞ്ഞു അത് തലേന്ന് ഓപ്പൺ ചെയ്തതിന്റെയാ, എല്ലാം ഓർമ്മ വന്നോളൂ. പിന്നെ സാവകാശം പിന്നെ ബോംബെയിലാ താമസിക്കുന്നതെന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് എന്തോ ഒരു അതിശയം പോലെ. ബോംബെയിൽ അവിടെ ആരാ? നമ്മൾ അവിടെ താമസിക്കുന്നവർ. അപ്പൊ ഇവിടെ ഇതിപ്പോ സുഖമില്ലാത്തതുകൊണ്ട് ഇങ്ങോട്ട് വന്നാന്ന്. അങ്ങനെ അങ്ങനെ ഒരു കൊച്ചു പൈതലായി മാറി. എല്ലാം പുതിയതായി ഇങ്ങനെ പഠിച്ച് വന്ന് ആദ്യത്തെ ഒരു 6 വർഷത്തോളം വലിയ പാടായിരുന്നു. ഭക്ഷണം കഴിച്ചാൽ ഓർമ്മയില്ല ഭക്ഷണം കഴിച്ചെന്ന്, രാത്രി എന്താ പകലേതാന്ന് അറിയത്തില്ല. ഭയങ്കര ഹൈ ഡോസ് മരുന്നാ കഴിക്കുന്നത്. കാരണം ഈ തലയിലെ ഇതൊക്കെ ഓപ്പൺ ചെയ്തല്ലേ, അതെല്ലാം റിക്കവർ ആകാം. ഒരു 10-16 ഗുളിക കണ്ടത് ദിവസം കഴിക്കുന്നുണ്ട്. ഇതിന്റെ എല്ലാം സൈഡ് എഫക്റ്റ് ആയിട്ട് എപ്പോഴും അങ്ങ് ഉറക്കമായിരുന്നു. അപ്പം രാത്രിയിലൊക്കെ എഴുന്നേറ്റിട്ടായിരിക്കും വൈഫിനോട് പറയുന്നത് ഭക്ഷണം എന്താ, നീ എനിക്കൊന്നും തന്നില്ല. അപ്പോഴും രാത്രി 2 മണിയൊക്കെ ആയിരിക്കും. അവള് പറയും ഇപ്പൊ ഞാൻ എവിടെ തരാനാ, ഭക്ഷണം കഴിച്ചതാണല്ലോ. അങ്ങനെ ഒരുപാട് പ്രതിസന്ധി കൂടെ എന്റെ വൈഫ് കടന്നുപോയി. എന്നാലും എന്നെ അവള് വേണ്ട രീതിയിൽ എല്ലാം നോക്കി ഇത്രത്തോളം കൊണ്ടുവന്നു കർത്താവ്. എത്ര കർത്താവിന് നന്ദി പറഞ്ഞാലും പാസ്റ്ററെ എനിക്ക് മതിയാവില്ല. കാരണം ഇങ്ങനെ സ്നേഹവാനായ ഒരു ദൈവത്തെ അറിയാൻ കഴിഞ്ഞത് തന്നെ ഈ ജീവിതത്തിൽ വലിയൊരു ഭാഗ്യമാണ്. ഇതെല്ലാവരും അറിയണമെന്നുള്ള ഒരു ഒറ്റ ചിന്താഗതിയെ എനിക്കുള്ളൂ. ഞാൻ അതിന് വിശ്വാസി വന്നതിന് ശേഷം എന്റെ ഫേസ്ബുക്ക് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞത്. അപ്പോഴെന്റെ ഒരു ഫേസ്ബുക്ക് ലൈവ് ടെസ്റ്റ് മണി പോയത്. അപ്പൊ അതിനകത്ത് ഒരുപാട് വിമർശനങ്ങളും കാര്യങ്ങളും, ഇയാൾ ഇത് എന്തോ ഉദ്ദേശിച്ചാ ഇങ്ങനെയൊക്കെ ഇറങ്ങിയിരിക്കുന്നൊക്കെ ഒരുപാട് കമന്റ് ഒക്കെ വന്നു. പിന്നെ ചിലതിനോട് ഞാൻ പ്രതികരിക്കും. കാരണം ഞാൻ അവരിൽ ഒരാളായിരുന്നുകൊണ്ട് എനിക്ക് അവരോട് പറയണം. കാരണം ഞാൻ പറയും, ഞാൻ നിങ്ങളിൽ ഒരാളായിരുന്നു ഒരു കാലത്ത്. നിങ്ങൾ സത്യം അറിയണം,
അതിനുവേണ്ടി മാത്രമേ ഇത് ചെയ്യുന്നത്. ജീവിക്കുന്ന ഒരേ ഒരു ദൈവമേ ഉള്ളൂ, അത് യേശു മാത്രമേ. പിന്നെ എല്ലാവർക്കും ഒന്നും ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. ചിലർക്ക് അത് ഉൾക്കൊള്ളണേ തന്നെ ദൈവം കൂടെ അനുവദിച്ചാലേ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ. നമ്മൾ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എന്നോട് പലരും പറഞ്ഞപ്പോഴും ഞാൻ അവരെ ഒത്തിരി തർക്കിച്ചൊക്കെ പോയി. അങ്ങനെ മൂന്നാം പക്കം പുറത്തു വന്ന് 3 മാസത്തെ ട്രീറ്റ്മെന്റ് ആയിരുന്നു. 3 മാസം കഴിഞ്ഞ് ചെക്കപ്പ് നടത്തിയതിന് ശേഷമാണ് പിന്നെ പിന്നെ ബോംബെക്ക് പോയത്. അപ്പൊ 3 മാസത്തോളം ഇവിടെ ട്രീറ്റ്മെന്റ് ആയിരുന്നു. ആരെയും തിരിച്ചറിയത്തില്ല, ഓർമ്മയില്ല, ഒന്നുമില്ല. അപ്പൊ എന്റെ വൈഫിനോട് അവളുടെ വീട്ടുകാർ ചോദിച്ചത്, നീ മനുഷ്യനെ വെച്ച് എങ്ങനെ മുമ്പോട്ട് പോകും? അവള് പറഞ്ഞു അവർക്ക് കർത്താവിൽ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു, അവർക്കറിയാമായിരുന്നു കർത്താവ് തിരിച്ചു കൊടുക്കുമെന്ന്, പഴയതിലും ഭംഗിയാണ്. ഇന്ന് കൃപയാൽ വളരെ സന്തോഷത്തോടെ സമാധാനത്തോടെ ഞങ്ങളുടെ ആവശ്യങ്ങൾ ഞങ്ങളെക്കാട്ടി മുന്നമേ അറിയുന്ന ഒരു ദൈവത്തെയാണ് ഞങ്ങൾ സേവിക്കുന്നത്. ഞങ്ങളുടെ പല വിഷയങ്ങളിലും ഞങ്ങളുടെ പ്രാർത്ഥനയിൽ തന്നെയാണ് വിടുതൽ നടക്കുന്നത്. രണ്ട് സൈഡിൽ ഒരുപാട് പൈശാചികമായ കർമ്മങ്ങൾ എന്റെ വീട്ടുകാരും ബോംബെയിൽ ഒരു സഹോദരൻ ചെയ്താലും അതിലൊക്കെ എല്ലാവരും ഇത് പറയും, ഇന്നാരും ഇത് ചെയ്തു, പക്ഷെ ഒരു വിടുതൽ എടുക്കാൻ ആരെ കൊണ്ടും കഴിഞ്ഞില്ല. അത് കർത്താവ് തന്നെ എന്നെ പഠിപ്പിച്ചതാണ്. ചില പ്രാർത്ഥനയിൽ നമ്മൾ അന്യഭാഷയിൽ ഇരിക്കുമ്പോഴായിരിക്കും ചില വിടുതലുകൾ നടക്കും. അത് എന്റെ മോൾ ഒരു ദിവസം കണ്ണാലെ കണ്ടു. ഒരു നിഴല് പോലെ ഒരു നിഴല് എപ്പോഴും എന്റെ വൈഫിനെ പിൻപറ്റുന്നുണ്ടായിരുന്നു. അതിന്റെ പേരിൽ അവൾക്ക് ഭയങ്കര പേടിയാണ്. എപ്പോഴും അവിടെ ആരും നിൽക്കുന്നു, ഇവിടെ ആരും നിൽക്കുന്നു എന്നുള്ളൊരു ചിന്ത. ഒരു ദിവസം ഇങ്ങനെ ആത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ നിഴല് അന്ന് ഞങ്ങളുടെ ഇരിക്കുന്ന റൂമിന്റെ വാതിക്കൽ ഇങ്ങനെ നമ്മളിങ്ങനെ ടോർച്ച് അടിച്ചിട്ട് ഇങ്ങനെ വെട്ടിക്കുന്ന പോലെ നിന്ന് വെട്ടുക. അപ്പൊ എന്റെ മോൾ അന്നേരം കണ്ണു തുറന്നിരിക്കുക. അവൾ ഇതിങ്ങനെ വെട്ടൽ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ എന്തോ ഒരു വെള്ള വസ്ത്രം വന്നിട്ട് ആ വെട്ടലിനെ ഒരൊറ്റ അടി. അന്ന് പിന്നെ ആ വെട്ടല്, ആ നിഴല് എന്റെ കുടുംബത്തിൽ കണ്ടിട്ടില്ല. അത് ദൂതൻ നമ്മുടെ കൂടെ ഉണ്ട്. ദൂതൻ അതിനെ പിശാചിനെ അന്ന് അവിടുന്ന് ഓടിച്ചു. പിന്നെ ഇന്ന് വരെ അവൾക്ക് ഒരു പേടിയില്ല, വളരെ സമാധാനം. അങ്ങനെ പല കാര്യങ്ങളിലും നമ്മുടെ പ്രാർത്ഥനയെ തന്നെ നമ്മളെ കർത്താവ് പഠിപ്പിക്കുക. പിന്നെ പലരും വിളിക്കും പ്രാർത്ഥിക്കാൻ, ഞാൻ പ്രാർത്ഥിക്കും, പിന്നെ ഞാനൊന്നും ചെയ്യുന്നില്ല. എനിക്ക് പറയാൻ ഒരു അപ്പനുണ്ട്. ആ അപ്പൻ എന്നെ ചേർത്ത് വിളിച്ച് ഞാനാ നിന്റെ പിതാവെന്ന് പറയാമെങ്കിൽ ഒരു മകൻ എന്നുള്ള നിലയിൽ എനിക്ക് എന്റെ അപ്പനോട് പറയാം. അപ്പൊ ഞാൻ എന്റെ അപ്പനോട് പറയാം, അപ്പൻ അവരുടെ ഹൃദയത്തിൽ കൊടുത്തിട്ടാണല്ലോ അവരെന്നോട് പറയുന്നത്. അപ്പൊ പിന്നെ എനിക്ക് എന്റെ അപ്പനോട് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൻ അത് ചെയ്യുമെന്ന് എനിക്ക്. അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കും. പലർക്കും പല വിടുതലും പല കർത്താവ് രോഗസൗഖ്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതൊന്നും നമ്മുടെ മിടുക്കൊന്നുമല്ല, കൃപയാൽ ഇങ്ങനെ ഒരു ഭാഗ്യം ക്രിസ്തുവിൽ നിന്ന് കിട്ടിയത് കൊണ്ട് ഇന്ന് വളരെ ഈ സന്തോഷം എല്ലാവരും അനുഭവിക്കണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് നമ്മൾ ഇതെല്ലാം പറയുന്നത്. പക്ഷെ ആൾക്കാര് വിമർശന ബുദ്ധിയിലും ഇതൊരു മതപരിവർത്തനമാണെന്നും അങ്ങനെയുള്ള ചിന്താഗതിയിലൊക്കെ അവര് കാണണം. അവരെ കുറ്റമല്ല, അവരെ കൊണ്ട് പിശാച് തോന്നിപ്പിക്കുന്ന. അപ്പൊ അതുകൊണ്ട് അവരത് പറയുന്നു. നമുക്ക് അവരെ ഒന്നും പറയാൻ പറ്റത്തില്ല. ഒരു കാലത്ത് നമ്മൾ അവരൊരാളായിരുന്നല്ലോ. കൃപയാൽ നമ്മളെ കർത്താവ് തിരഞ്ഞെടുത്തോണ്ട് നമുക്ക് ഇങ്ങനെ ഒരു സാക്ഷി ഉള്ളതുകൊണ്ടല്ലേ എനിക്കിത് പറയാൻ കഴിയും. അപ്പൊ പിന്നെ നാളെയും അവര് കർത്താവിന്റെ ഒരു സാക്ഷിയായി മാറി കർത്താവിലേക്ക് വരട്ടെ എന്ന് പ്രാർത്ഥിക്കാനേ പറ്റത്തുള്ളൂ. അല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ നമ്മുടെ ഇടയിൽ തന്നെ ചില ആൾക്കാരുടെ പ്രവൃത്തി കാണുമ്പോൾ തന്നെ വിമർശനങ്ങൾ ഉണ്ടാവും. ചില കാര്യങ്ങളൊക്കെ കാണാം. എനിക്ക് തന്നെ ഒരുപാട് സങ്കടം തോന്നും. 25-30 വർഷമായെന്നൊക്കെ പറയും, പക്ഷെ പ്രവൃത്തിയിൽ ഒന്നും കാണത്തില്ല. ഒരു ഇതും കാണത്തില്ല, ഒരു പുകയില്ല, ഒരു ചൂടുമില്ല, ഒന്നും കാണത്തില്ല. പിന്നെ അങ്ങനെ പറഞ്ഞു വരുന്ന ഒരു വ്യക്തിയോട് ഒരു ദിവസം ഞാൻ പറഞ്ഞു, കർത്താവ് ചോദിച്ചത്, പത്രോസിനോട് ചോദിച്ചത് ഇപ്പൊ പിടിച്ചത് വല്ലതും ഉണ്ടോ എന്ന്. ഞാൻ ആ കൂട്ടത്തിലാണ്. അത് പിന്നെ എന്നോടൊന്നും പറയാൻ വന്നിട്ടില്ല. പിന്നെ അദ്ദേഹം തന്നെ പിന്നെ വല്ലവരോട് പറയുന്നുണ്ട്, അദ്ദേഹത്തോടൊന്നും പറയാൻ പോകണ്ട, പുള്ളി വചനത്തിൽ കൂടെ സംസാരിക്കും. അതൊന്നും ഞാൻ ഓർത്തു വെച്ചത് പറയുന്നതൊന്നും അല്ല. അന്നേരം പരിശുദ്ധാത്മാവ് എഴുതി തന്നു. ഇത്രയൊക്കെ സാക്ഷ്യം ഉണ്ടായിട്ടും ആത്മാവിൽ ഞാൻ നിറഞ്ഞിട്ടില്ല. ഒരു ദിവസം ഒരു ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥനയില്ല ഞാൻ അഭിഷേകം പ്രാപിച്ചത്. എന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു, ആരുടെയും കൈവെപ്പാൽ വേണ്ട, ഉയരത്തിൽ നിന്നുള്ള ശക്തി വചനത്തിൽ എഴുതി, ഉയരത്തിൽ നിന്ന് തന്നെ ശക്തി എന്റെ മേൽ ഇറങ്ങണേ. അങ്ങനെ ഞാൻ ഒരു ദിവസം ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥനയല്ല, ഉയരത്തിൽ നിന്ന് തന്നെ എന്റെ ഉച്ച മുതൽ ഉള്ളംകാല് വരെ ഒരു ശക്തി ഇറങ്ങി. എന്റെ വൈഫ് അന്ന് നൃത്തം ചെയ്ത് ആരാധിച്ചു വീട്ടിൽ. അന്ന് ഞങ്ങൾ ബോംബെയില. പെട്ടെന്ന് ഞാൻ ആരാധന നിർത്തി. കാരണം താഴെ മറാഠികളാണ് താമസിക്കുന്നത്. മേളിൽ കിടന്ന് വലിയ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ പരിജ്ഞാനത്തിന്റെ ആത്മാവിനെ പ്രാപിക്കും. ഞാൻ നിർത്തി. അതുകൊണ്ട് എനിക്ക് അന്യഭാഷ കിട്ടിയില്ല. അന്യഭാഷ കിട്ടിയത് പിന്നെ ഒരു മീറ്റിംഗിൽ ഇരിക്കുമ്പോൾ അന്യഭാഷ പ്രാപിക്കാത്ത മുമ്പോട്ട് പോകാന്ന് പറഞ്ഞപ്പോൾ അന്ന് ഞാൻ അന്യഭാഷയെ പ്രാപിച്ചു. അപ്പൊ ഇന്ന് ഞങ്ങൾ 3 പേരും കൂടെ ഇരുന്ന് അന്യഭാഷയിൽ ആരാധിക്കുമ്പോൾ
അവിടെ കർത്താവിന്റെ തീയറും. അതുകൊണ്ട് നമുക്ക് യാതൊരു പ്രയാസങ്ങളും ഇല്ല. എല്ലാ കാര്യങ്ങളും മണിമണിയായിട്ട് കർത്താവ് നടത്തുന്നുണ്ട്. ഞങ്ങൾ വളരെ സന്തോഷത്തോടെ മുമ്പോട്ട്. ഇങ്ങനെ ഒരു ചാനലിൽ ഒരിക്കൽ കൂടെ ഇങ്ങനെ കർത്താവിനെ ഉയർത്താൻ കർത്താവ് തന്ന ഈ വലിയ ഭാഗ്യത്തെ ഓർത്ത് ഞാൻ ഒരിക്കൽ കൂടെ നന്ദി പറയുക. അതുകൊണ്ട് ഇത്രത്തോളം പറഞ്ഞ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പം ഇതൊരു വലിയൊരു അനുഗ്രഹമാക്കി തീരട്ടെ ഈ അരോമ ടിവിയുടെ ഈ പ്രവർത്തനം. വളരെ ഉയർത്തു എന്നും പ്രാർത്ഥിക്കുന്നുണ്ട്. നമുക്ക് ചെയ്യാവുന്ന, ഞാൻ കൂടുതലും ചെയ്യുന്നത് മീഡിയ വഴി, ഫേസ്ബുക്ക്, വാട്സപ്പ് വഴിയാ. ഫേസ്ബുക്കിൽ കൂടെ ഞാൻ രണ്ട് ആത്മാവിനെ നേടിയതാ. പിന്നെ അല്ലാതെ ടെസ്റ്റ് മണി പറയാൻ പോയി ഒരു സഹോദരി സ്നാനപ്പെടാൻ റെഡിയായി. അങ്ങനെ 3 ആത്മാവിനെ നേടാൻ കർത്താവ് സഹായിച്ചു. കട്ടപ്പനയുള്ള ഒരു വേണുഗോപാൽ എന്ന് പറഞ്ഞ ഒരു ചേട്ടൻ, 60 വയസ്സുണ്ട് അദ്ദേഹം. അപ്പൊ ഞാൻ ചോദിച്ചു, അദ്ദേഹം ഇതുപോലെ ആമീൻ അടിക്കുന്നു. അപ്പൊ ഇദ്ദേഹം എന്നോട് ആദ്യം നമ്പർ ചോദിച്ചിട്ട് അദ്ദേഹം തന്നില്ല. അപ്പൊ ഞാൻ എന്തിനാ എന്റെ നമ്പർ എന്നൊക്കെ എന്നോട് ചോദിച്ചു. അപ്പൊ ഞാൻ സോറി എന്ന് മെസ്സഞ്ചറിൽ ടൈപ്പ് ചെയ്തപ്പോ സോറി എന്ന് പറയണ്ട, ഇതാ നമ്പർ എന്ന്. അപ്പൊ ഞാൻ അദ്ദേഹത്തെ വിളിച്ചപ്പോ പുള്ളി കത്തോലിക്ക പള്ളിയിലാണ് പോകുന്നത്. പുള്ളി കർത്താവിനെ ഇഷ്ടമാണ്, പോകുന്നത് കത്തോലിക്ക പള്ളിയിലാണ്. ഞാൻ എന്റെ പൊന്നു ചേട്ടാ, അവിടെ എന്തിനാ പോകുന്നത്? കത്തോലിക്ക ഉള്ളവരെല്ലാം ബന്ധുക്കോസിലോട്ട് വരുമ്പോ ചേട്ടൻ എന്തിനാ കത്തോലിക്ക? അങ്ങനെ പുള്ളിയോട് കുറെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് കൃപയാൽ പുള്ളിയെ ഞാൻ സ്നാനപ്പെടുത്തി ഒരു പാസ്റ്ററെ ഏൽപ്പിച്ചു. മുണ്ടക്കയത്തുള്ള ഒരു പാസ്റ്റർ പുള്ളിയെ സ്നാനപ്പെടുത്തി. പുള്ളിയെ മുണ്ടക്കയത്ത് താമസിക്കുന്നു. അവിടെ അടുത്തങ്ങാണ്ട് ഒരു സ്ഥാപനത്തിൽ പുള്ളിക്ക് ജോലിയും കിട്ടി. കൃപയാൽ പുള്ളി വളരെ സന്തോഷത്തോടെ അവിടെ പോകുന്നു. അങ്ങനെ ചിലരോടൊക്കെ ഇടപെടാൻ ആത്മാവ് പ്രേരിപ്പിക്കുമ്പോൾ ഞാൻ അവരോടൊക്കെ ഇടപെടും. കർത്താവ് വേണ്ടത് ചെയ്യും. അങ്ങനെയൊക്കെ പോകുന്നു പാസ്റ്ററെ. ഇങ്ങനെ ഈ അപ്പായിക്ക് വേണ്ടി ഗന്ധർവ്വീയ ശൂന്യമായി കിടക്കണമെന്നൊരു പ്രാർത്ഥനയാണ് എന്റെ മെയിൻ പ്രാർത്ഥന. കാരണം നമ്മൾ മാത്രം രക്ഷപ്പെട്ടാൽ പോരാ, എല്ലാവരും രക്ഷപ്പെടും. എല്ലാവരും നല്ല ആൾ. അവരെന്തെങ്കിലും കാണിക്കുന്നുണ്ടെങ്കിൽ പിശാച് അവരെ എടുത്ത് ഉപയോഗിക്കുന്നു. അവരത് അറിയുന്നില്ല. അതുകൊണ്ട് ഇത്രയും പറഞ്ഞ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇങ്ങനെ ഒരു അവസരം തന്നതിന് ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറയുന്നു. അരോമ ടിവിയിലെ പ്രേക്ഷകരെല്ലാവരും എന്നെ കേട്ട് കഴിയുമ്പോൾ, അവരുടെയൊക്കെ രോഗങ്ങളുള്ളവർ കേട്ട് കഴിയുമ്പോൾ അവർക്കൊക്കെ രോഗസൗഖ്യം കർത്താവ് കൊടുക്കട്ടെ. ഇത് വലിയ രോഗസൗഖ്യത്തിന്റെ ഒരു സാക്ഷ്യമാണ്. ഒരിക്കലും ജീവിച്ചിരിക്കുമെന്ന് വിചാരിക്കാത്തടത്ത് കഴിഞ്ഞ 11 വർഷമായിട്ട് കർത്താവ് നിർത്തിയിരിക്കുന്നത്. ഇനി അപ്പായിക്ക് എത്ര നാൾ എന്നെ ഉപയോഗിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അതെല്ലാം വരവിൽ എടുക്കപ്പെടാനാണോ? എല്ലാം എന്റെ യേശുപ്പാട്. മരിക്കുന്നതിനൊന്നും പേടിയൊന്നുമില്ല. പോകുന്നത് എങ്ങോട്ടാണെന്ന് അറിയാം. ഇനിയിപ്പോ അവിടെ തടഞ്ഞു നിൽക്കത്തില്ല, അകത്തോട്ട് കയറി പോയാൽ മതി. അതുകൊണ്ട് അവിടെ വരെ പോയിച്ചു വന്നുകൊണ്ട് പോകുന്നതൊക്കെ സന്തോഷമേ ഉള്ളൂ. പിന്നെ മോളുടെ കാര്യം ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അത് പിന്നെ എല്ലാം യേശുപ്പാടെ ഇഷ്ടം പോലെ നടക്കട്ടെ. ഇതാണ് പ്രാർത്ഥന. സ്തോത്രം. കർത്താവിന്റെ ദാസൻ ദേവപ്രസാദ് നായർ അവറുകൾ ജീവിതത്തില് കടന്നുപോയതായ ആ നല്ല ഓർമ്മകൾ, കർത്താവ് വിടുവിച്ചതായ ആ നല്ല അനുഭവങ്ങൾ പങ്കുവയ്ക്കുവാൻ ദൈവം കൃപ ചെയ്തത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരു സിവിൽ എഞ്ചിനീയർ ആയിട്ട് ലോകപ്രകാരം പണമൊക്കെ സമ്പാദിച്ച് ആ നിലവാരത്തിൽ പേരും പ്രശസ്തിയൊക്കെ നേടി, അല്ലെങ്കിൽ നല്ലൊരു ബിസിനസ്സുകാരന്റെ കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ആ നിലയിൽ നല്ല ഓരോ പേരും പെരുമയും ഒക്കെ ഉള്ളവനായിട്ട് ജീവിക്കാൻ കഴിയുമായിരുന്നു. ഏത് നിലയിലും കഴിവും പ്രാപ്തിയൊക്കെ ഉപയോഗിച്ച് നല്ല നിലയിൽ മുന്നേറാമായിരുന്നു. എന്നാൽ അതിനെയൊക്കെ ഉപേക്ഷിച്ച് അതിനേക്കാൾ ശ്രേഷ്ഠമായത് ഒന്നുണ്ട് എന്ന് തിരിച്ചറിയുവാൻ വേണ്ടി ഒരുപാട് വില കൊടുക്കേണ്ടി വന്നു. അതിനുവേണ്ടി ഒരുപാട് വില കൊടുക്കേണ്ടി വന്നു. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ശ്രേഷ്ഠമായത് നമ്മൾ പലപ്പോഴും വളരെ വൈകിയാണ് കണ്ടെത്തുക. കർത്താവിന്റെ ദാസന്റെ ജീവിതത്തിലും അത് കണ്ടെത്തുവാൻ അല്പം വില കൊടുക്കേണ്ടി വന്നു. ഒരു ഘട്ടത്തിൽ എങ്ങോട്ടെന്നില്ലാതെ യാത്ര ചെയ്ത ഒരു കാലം. പിന്നത്തേതില് ചൂണ്ടയിട്ട് ഒരു മീനെ പിടിക്കുന്നത് പോലെ ദൈവീയ പദ്ധതിയിൽ അടുത്തു വരുവാൻ ചില ശാരീരിക ആരോഗ്യ പ്രശ്നങ്ങളും അതുപോലെ ചില പ്രയാസങ്ങളും ഒക്കെ ജീവിതത്തിലുണ്ടായി. ഈ വെന്റിലേറ്ററിൽ 3 ദിവസം കിടക്കുകയും അവിടെ നിന്ന് ആത്മമണ്ഡലത്തിൽ യാത്ര ചെയ്ത് സ്വർഗവും നരകവും ഒക്കെ, അതിൻ്റെ നന്മയും തിന്മയും അതിൻ്റെ സന്തോഷവും അതിൻ്റെ അസംതൃപ്തിയും ഒക്കെ നന്നായിട്ട് അനുഭവിച്ചറിഞ്ഞ ഒരു വ്യക്തി. ആ ഒരു അനുഭവം കർത്താവിനെ കൂടുതലായിട്ട് അറിയുവാൻ, കർത്താവിൻ്റെ സന്നിധിയിൽ
ഒരു തീരുമാനത്തിലേക്ക്, സമർപ്പണത്തിലേക്ക് എത്തുവാൻ തക്കവണ്ണം മുഖാന്തരമായി തീർന്നു. തീർച്ചയായിട്ടും കർത്താവിൻ്റെ ദാസൻ ഇന്ന് അനേക പ്രിയപ്പെട്ടവർക്ക് ഒരാശ്വാസമായി, അനുഗ്രഹമായി, ദൈവരാജ്യത്തിന്റെ നല്ല സാക്ഷ്യം വഹിക്കുന്ന പൗലോസ് അപ്പോസ്തലനോട് എൻ്റെ നാമം വഹിക്കേണ്ടതിന് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാത്രമാകുന്നു എന്ന് പറഞ്ഞതുപോലെ ദൈവം ഇന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിട്ട് അനേക വേദികളിൽ, വിവിധ മാധ്യമങ്ങളിലൂടെ സുവിശേഷം പ്രഘോഷിക്കുവാൻ, ഒരു ജാതീയമായ പശ്ചാത്തലത്തില് കാവും ക്ഷേത്രവും വിളക്ക് കൊളുത്തും പൂജയും ആരാധനയുമായിട്ടൊക്കെ ജീവിച്ച ഒരു കാലഘട്ടത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇന്ന് യേശുവിനെ സത്യദൈവമെന്ന്, ജീവനുള്ള കർത്താവെന്ന് പ്രഘോഷിക്കുവാൻ ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവദാസനെയും കുടുംബത്തെയും ശുശ്രൂഷകളെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ജീവിതത്തില് ദൈവത്തിന്റെ ആ നല്ല സാക്ഷിയായി, നല്ലൊരു ഭടനായി അനേകരെ ഇനിയും കർത്താവിങ്കിലേക്ക് ആകർഷിക്കുവാൻ, അനേകരെ തീയിൽ നിന്ന് വലിച്ചു കയറ്റുവാൻ, നിത്യതയിലേക്ക് നയിക്കുവാൻ, ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെടുവാൻ കർത്താവിന്റെ ദാസന്റെയും കുടുംബത്തിന്റെയും സാക്ഷ്യം ദൈവം അനേകരെ നടത്തുവാൻ സഹായിക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ശ്രവിച്ചുകൊണ്ടിരുന്ന മാന്യ പ്രേക്ഷകരോട് ഞങ്ങൾക്ക് പറയുവാനുള്ളത്, തീർച്ചയായിട്ടും ഈ സാക്ഷ്യം നിങ്ങൾ കേട്ട് കഴിയുമ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തില് ഇത് വളരെ ഹൃദയസ്പർശിയായ ഒരു അനുഭവമാണ്. ഒരുപക്ഷെ നിങ്ങളും വീർപ്പുമുട്ടുന്നുണ്ടാവും, എന്ത് ചെയ്യണം, ആശങ്കപ്പെടുന്നുണ്ടാവും, ശരിയാണോ തെറ്റാണോ, അതാണോ ഇതാണോ, ഏത് തിരഞ്ഞെടുക്കണമെന്നൊരു പക്ഷെങ്കിൽ നിങ്ങൾക്ക് ആശങ്കയുണ്ടായിരിക്കാം. എന്നാൽ ഞങ്ങളുടെയൊക്കെ അനുഭവം വെച്ചാണ് ഇക്കാര്യങ്ങൾ ഞങ്ങൾ പറയുന്നത്. ജീവിതത്തിൽ എല്ലാം ഉണ്ടായിട്ടും ഒന്നുമില്ലാത്തവനെ പോലെ ആയിത്തീരുന്ന ഒരവസ്ഥ വരുന്നതിനേക്കാൾ നല്ലത് നല്ല അവസരത്തില് സത്യദൈവത്തെ തിരിച്ചറിഞ്ഞ് ആ ദൈവത്തിന്റെ ഹിതപ്രകാരം ജീവിക്കുവാൻ തയ്യാറാകുമെങ്കിൽ ഒരുപാട് കഷ്ടപ്പെടാതെ ആ സന്തോഷം നമുക്ക് പ്രാപിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരുമെന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ സാക്ഷ്യം അനുഗ്രഹമായി തീരും എന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ദൈവസന്നിധിയിൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയുവാനുള്ളൂ. മറ്റൊന്നും തരുവാനോ വാങ്ങിക്കുവാനോ അല്ല. പകരം നിങ്ങൾ സ്വർഗത്തിൽ കാണണം. നിങ്ങൾ ദൈവമുൻപാകെ നിങ്ങളും അനുഗ്രഹിക്കപ്പെടണം. ഈ ഭൂമിയിലും വരുവാനുള്ള നിത്യതയിലും നിങ്ങളും ഉണ്ടായിരിക്കണം എന്നുള്ളതായ ആ ഒരു വലിയ ആഗ്രഹമാണ് ഞങ്ങൾക്കുള്ളത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെയുള്ള ജീവിതാനുഭവങ്ങൾ നിങ്ങളുടെ മുൻപിൽ എത്തിക്കുവാൻ കൂടിയായിത്തീരുന്നത്. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു, ചില തീരുമാനങ്ങൾ എടുക്കുവാൻ സഹായകരമായി തീർന്നു എന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കൂ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. വത്സല്യ മാതാവേ, പിതാവേ, സഹോദര സഹോദരി, യുവാവേ, യുവതി, യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. യേശുവിന് മാത്രമേ നിങ്ങളെ രക്ഷിപ്പാൻ കഴിയുള്ളൂ എന്ന് ഞങ്ങളുടെ അനുഭവം വെച്ച് ഞങ്ങൾ നിങ്ങളോട് പറയും. ആകയാൽ കർത്താവേ, ഞാനിതാ എന്നെ തന്നെ സമർപ്പിക്കുന്നുവെന്ന് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. നിങ്ങൾ ഏതവസ്ഥയിലൂടെ കടന്നു പോകുന്ന വ്യക്തിയായിരിക്കാം. ചിലപ്പോൾ മദ്യത്തിനും മയക്കുമരുന്നിനും ലഹരി വസ്തുക്കൾക്കും അടിമയായി ജീവിക്കുന്ന ഒരു വ്യക്തിയാണോ? ആത്മഹത്യ മുന്നിൽ കണ്ടുകൊണ്ട് ഇനി രക്ഷയില്ല എന്ന് വിചാരിച്ച് ഭാരപ്പെടുന്ന ഒരു വ്യക്തിയാണോ? നാളെയെക്കുറിച്ച് ആശങ്കപ്പെടുന്ന വ്യക്തിയാണോ? സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വ്യക്തിയാണോ? രോഗത്താൽ ഭാരപ്പെടുന്ന വ്യക്തിയാണോ? ജപ്തി നടപടികളെ നേരിട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണോ? കുഞ്ഞുങ്ങളുടെ ഭാവിയെ ഓർത്ത് ആശങ്കപ്പെടുന്ന മാതാപിതാക്കന്മാരാണോ? യേശുവിനെ നിങ്ങളെ രക്ഷിക്കുവാൻ, നിങ്ങളെ സൗഖ്യമാക്കുവാൻ, നിങ്ങളെ വിടുവിക്കുവാൻ, നിങ്ങളെ രക്ഷപ്പെടുത്തുവാൻ കഴിയും എന്ന് ഞങ്ങൾ ഉറപ്പു തരുന്നു. ആകയാൽ ദൈവസന്നിധിയില് ഒരാഗ്രഹത്തോടെ, തീരുമാനത്തോടെ, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കൂ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നാം ഒരുമിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ അരോമ ടിവിയിലെ പ്രേക്ഷകർക്ക് വേണ്ടി കർത്താവിന്റെ ദാസൻ ദേവപ്രസാദ് അവറുകള് ഒരു നിമിഷം പ്രാർത്ഥനയിൽ നമ്മെ സഹായിക്കും. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട ഈ ടി വി ചാനലിനെ ഞങ്ങളുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇത് കേൾക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളോടും അങ്ങ് അവിടുന്ന് അങ്ങ് അവരോട് ഇടപെടണം.
അങ്ങ് ഇടപെടാതെ ആർക്കും അങ്ങയിലേക്ക് വരാൻ പറ്റില്ല. പിതാവ് അവിടുന്ന് ഇടപെട്ട് കർത്താവരെ ഓരോരുത്തരെയും നിത്യതയ്ക്ക് അവകാശികളാക്കി തീർക്കണേ ഞാൻ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. ഇതിൽ രോഗികളായിട്ട് ആരെങ്കിലും അടിയനെ ശ്രവിക്കാൻ ഇടയായെങ്കിൽ അവരുടെ രോഗത്തെ ബന്ധനത്തെ അങ്ങ് അഴിച്ച് അവരെ പൂർണ്ണ സൗഖ്യം കൊടുത്തവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് അനേക സാക്ഷ്യങ്ങൾ ഈ അരോമ ടിവിയിലൂടെ അനേക ജനങ്ങളിലേക്ക് എത്താൻ അങ്ങ് കൃപ ചെയ്യണേന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ദാസനെ കുടുംബമായി അങ്ങയുടെ കരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് വലിയൊരു അനുഗ്രഹവും ആശ്വാസമാക്കി തീർക്കണം. ഇത് ഒരു വലിയൊരു മീഡിയയായി തീരാൻ അങ്ങോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇതിൽ വരുന്ന ഓരോ സാക്ഷ്യങ്ങളും അനുഗ്രഹപ്പെട്ട സാക്ഷ്യങ്ങൾ അവിടുന്ന് സെലക്ട് ചെയ്ത് ഇതിലേക്ക് അങ്ങയുടെ ദാസന്റെ കരങ്ങളിലേക്ക് കൈമാറണേന്ന് പ്രാർത്ഥിക്കുന്നു. ആരും പരസ്പരം കണ്ടിട്ടില്ല, എല്ലാവരെയും കാണുന്ന ദൈവം അങ്ങ് മാത്രമാണ്. അങ്ങ് അറിയുന്നു എന്ത് പറയാൻ വരുന്നു, എന്തിന് വരുന്നു, എന്തായിരുന്നു അവർ പറയാൻ പോകുന്നത്. അങ്ങനെയുള്ള ഓരോരുത്തരെ അവിടുന്ന് സെലക്ട് ചെയ്ത് ഇതിലേക്ക് കൊടുത്ത് ഇതൊരു വലിയൊരു മീഡിയ ആക്കി ഇതിന്റെ അങ്ങയുടെ നാമമഹത്വത്തിനാക്കി തീർക്കണേ നമ്മോട് പ്രാർത്ഥിക്കുന്നു. അനേക ആത്മാക്കൾ നിത്യതയിൽ അവകാശികളായി തീരാൻ അടിയങ്ങൾ ഓരോരുത്തരും അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അടിയന് തന്ന ഇത്ര സമയം ഇങ്ങനെ ഒരു അവസരം ഒരിക്കൽ കൂടി ഒരു ചാനലിൽ പറയാൻ എന്നെ അങ്ങ് ഉപയോഗിച്ചതിനായി ഞാൻ നന്ദിയോട് അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അടിയനെ കുടുംബമായി അങ്ങയുടെ കാര്യങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി അങ്ങയുടെ സാക്ഷ്യം പ്രസ്താവിക്കാൻ അവിടുന്ന് എന്നെ ശക്തീകരിച്ച് സഹായിച്ചതിനായി നന്ദിയോട് അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഇനിയും അവിടുന്ന് അവസരങ്ങൾ ഒരുക്കി തരണേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കടക്കയ്ക്കായി സ്തോത്രം. എല്ലാം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. വളരെ നന്ദി കർത്താവിന്റെ ദാസൻ ദേവപ്രസാദ് അവറുകൾ ഇത്രത്തോളം സമയം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവവും സാക്ഷ്യവും പങ്കുവയ്ക്കുന്നതിന് അരോമ ടിവിയിലെ പ്രേക്ഷകരോടൊപ്പം സമയം വേർതിരിച്ചതിന് കർത്താവിന്റെ ദാസനോട് കുടുംബത്തോടുള്ളതായ നന്ദി സ്നേഹം അറിയിക്കുന്നു. ദൈവമായ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളെ ശ്രമിച്ചുകൊണ്ടിരുന്ന മാന്യ പ്രേക്ഷകരുള്ളതായ നന്ദി സ്നേഹം അറിയിക്കുന്നു. ഈ സാക്ഷ്യം നിങ്ങൾക്ക് തീർച്ചയായിട്ടും അനുഗ്രഹമായി തീർന്നു ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. നിങ്ങൾക്ക് ഇത് അനുഗ്രഹമായി തീർന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രിയപ്പെട്ടവർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കൂ. അവരും കേൾക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. അതിലൂടെ ദൈവനാമം മഹിമപ്പെടുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ, ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ ഞങ്ങൾക്ക് മെസ്സേജ് അയയ്ക്കുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങളും വിലയേറിയ നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. അടുത്ത അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു സാക്ഷ്യവുമായി വീണ്ടും കാണുമ്പോഴേയും എല്ലാവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.